വാനപ്രസ്ഥം MT വാസുദേവൻ നായർ. ഒരുപക്ഷേ വന്നിരിക്കില്ല. ഹോട്ടലിലെ ഊണാണ് നല്ലതെന്ന് പറഞ്ഞ് കുമാരൻകുട്ടി പോയപ്പോൾ മാസ്റ്റർ വീണ്ടും ലോഡ്ജിൽ നിന്ന് പുറത്തിറങ്ങി. അമ്പലപരിസരത്തിലൊക്കെ ഒരിക്കൽ കൂടി നടന്നു. തൊഴാനെത്തിയ കുടുംബങ്ങൾ ചുറ്റി നടക്കുന്നത് നോക്കി. അതിലൊന്നുമില്ല. പണ്ട് അമ്പലപരിസരത്തിലെ 4-5 വീടുകളിലായിട്ടാണ് തൊഴാൻ വന്നവർ തങ്ങിയിരുന്നത്. ഇപ്പോൾ ലോഡ്ജുകളും ഗസ്റ്റ് ഹൗസുകളുമുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് കണ്ടെത്തണമെന്നില്ല. വന്നത് വെറുതെ ആയിട്ടൊന്നുമില്ല. തൊഴുതല്ലോ എന്ന് സമാധാനിക്കാൻ ശ്രമിച്ചു. ഒരുപക്ഷേ വന്നിരിക്കില്ല. അല്ലെങ്കിൽ തൊഴുതു മടങ്ങിപ്പോയിരിക്കും. 3 ദിവസം എന്നത് മാറ്റി 1 ദിവസമാക്കിയിരിക്കും. ഇവിടെ ഉണ്ടെങ്കിൽ കാണേണ്ടതായിരുന്നു. വിശേഷ ദിവസങ്ങളല്ലാത്തതുകൊണ്ട് വളരെ കുറച്ച് പേരെ തൊഴാൻ വന്നിട്ടുള്ളൂ. വെയിലിന് നാട്ടിലേക്കാൾ ചൂട്. അമ്പലത്തിൻ്റെ ചുറ്റിലും പാകിയ കരിങ്കൽ പലകകൾ പഴുത്തിട്ടാണ്. ഊണ് കഴിഞ്ഞ് ഒന്ന് വിശ്രമിച്ച് ഏതെങ്കിലും ബസ്സിന് കയറിയാൽ മംഗലാപുരത്ത് നിന്ന് അവസാനത്തെ വണ്ടി കിട്ടും. അടികളുടെ മക്കൾ വീടിനോട് ചേർത്ത് ചെറിയൊരു ലോഡ്ജ് പണി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഭക്ഷണം ഇപ്പോഴും വീട്ടിൽ തന്നെയാണ്. 7-8 പേരുണ്ടായിരുന്നു ഊണിന്. തന്നേക്കാൾ പ്രായമുള്ള ഒരാൾ ചമ്രം പടിഞ്ഞിരുന്ന് സുഖമായി ഉണ്ണുന്നതും പായസം വീണ്ടും ചോദിച്ചു വാങ്ങുന്നതും കണ്ടപ്പോൾ അസൂയ തോന്നി. നിലത്തിരുന്ന് ഉണ്ണാൻ തന്നെ പ്രയാസം. അടികൾമാരുടെ വീടുകളിൽ പടവലങ്ങ കൊണ്ടൊരു പായസം വയ്ക്കുന്നു എന്ന് പറയാനെങ്കിലും കുറച്ച്. വേണ്ട. 3 ഗുളിക കഴിച്ചിട്ടും പ്രമേഹം നിയന്ത്രണത്തിലാവുന്നില്ല. മാഷ് കുറച്ചുകൂടി ശ്രദ്ധിക്കണം. ഉണങ്ങാത്ത മുറിവ് ചികിത്സിക്കാൻ വന്ന ഡോക്ടർ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കുട്ടികളാണെങ്കിൽ ചീത്ത പറയാം. തരം കിട്ടിയ ഇപ്പോഴും ഭരണികളും അൽമാരയും ഒക്കെ തപ്പി മധുരമുള്ളത് എടുത്ത് തിന്നും. അമ്മാൾ ഡോക്ടറോട് പറഞ്ഞ് ചിരിച്ചു. 61-ാം വയസ്സിൽ ഇനി ശകാരവും പരിഹാസവും കേൾക്കാൻ വയ്യ. മുരുകൂട്ടി ഊണ് അവസാനിപ്പിച്ചു. മടക്ക ബസ്സുകളുടെ സമയം അന്വേഷിക്കാമെന്ന് കരുതി ലോഡ്ജിൻ്റെ ആപ്പീസ് മുറിയിൽ എത്തിയപ്പോഴാണ് എതിരെ പ്ലാസ്റ്റിക് പാത്രങ്ങളും ഭഗവതിയുടെ ചില്ലിട്ട പടങ്ങളും വിൽക്കുന്ന ചെറിയ കടയിൽ നിൽക്കുന്ന സ്ത്രീയെ കണ്ടത്. അത്ഭുതം! ഇന്നലെ സന്ധ്യയ്ക്കും ഇന്ന് രാവിലെയും തിരഞ്ഞു നടന്ന ആളിതാ മുൻപിൽ. ഇല്ല, തെറ്റിയിട്ടില്ല. വിനോദിനി തന്നെ. KS വിനോദിനി. ഒന്നും വാങ്ങാതെ നടക്കാൻ തുടങ്ങുമ്പോഴേക്ക് അവരുടെ മുന്നിലെത്തി. വിനു അല്ലേ? നോക്കട്ടെ. വെള്ള ഫ്രെയിമുള്ള കണ്ണടയിലൂടെ സൂക്ഷിച്ചു നോക്കുന്ന ആളെ മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കട്ടെ. ഈശ്വര, മാഷ് ഇവിടെ? ഇന്നലെ സന്ധ്യയ്ക്ക് വന്നു. സന്ധ്യയ്ക്ക് അമ്പലത്തിൽ വന്നിരുന്നുവോ? ഊവ്, കുറേ നേരം ഉണ്ടായിരുന്നു. ഞാൻ ഉച്ചയ്ക്കെത്തി. വിനോദിനി സരസ്വതി മണ്ഡപത്തിൽ ഇരുന്ന് ജപിക്കുകയായിരുന്നു കുറേ നേരം. രാത്രി ആ വഴി പോയിരുന്നെങ്കിലും പ്രത്യേകിച്ച് അവിടെ നോക്കിയില്ല. ഏതെല്ലാമോ സ്ത്രീകളെ കണ്ടു. ഒന്നിച്ചു വന്ന ഒരു സംഘമായിരിക്കുമെന്ന് കരുതി. ഇന്നലെ കണ്ടിരുന്നെങ്കിൽ അത്താഴപൂജ കഴിഞ്ഞ ശേഷം കുറേ ഇരുന്ന് സംസാരിക്കാമായിരുന്നു. വെയിലത്താണ് മാഷ് നിൽക്കുന്നത് എന്ന് വിനോദിനി ഓർമ്മിപ്പിച്ചു. അവർ ലോഡ്ജിൻ്റെ നിഴലിലേക്ക് മാറി നിന്നു. മാഷക്ക് ഞാനൊരു കത്തെഴുതിയിരുന്നു. ഉവ്വ്, കിട്ടി. അതുകൊണ്ടല്ലേ നോക്കിയത് ഇവിടെയൊക്കെ. കത്ത് കയ്യിൽ തന്നെ കിട്ടി. രാവിലത്തെ പതിവ് നടത്തം കഴിഞ്ഞ് വയൽവരമ്പത്ത് നിൽക്കുമ്പോഴാണ് വിനോദിനിയുടെ കത്തിൻ്റെ കൂടെ കൃഷിമാസികയും ഉണ്ടായിരുന്നു. വിഷുവിൻ്റെ തലേന്ന് നാട്ടിലെത്തുന്നുണ്ട്. വിഷുവിൻ്റെ അടുത്ത ആഴ്ചയിൽ മൂകാംബികയിലും പോകണമെന്നുണ്ട്. മടങ്ങുന്നതിന് മുൻപ് മാസ്റ്ററെയും വന്ന് കാണണമെന്നാണ് വിചാരം. അമ്മയ്ക്ക് തീരെ വയ്യാത്തത് കൊണ്ട് ഒന്നും ഉറപ്പിച്ചിട്ടില്ല. വിനീത ശിഷ്യ വിനോദിനി. വളരെ മുമ്പ് ഒരു ന്യൂ ഇയർ കാർഡ് വന്നപ്പോൾ അമ്മാൾ ചോദിച്ചു, ആരാ ഈ വിനീത ശിഷ്യ? അപ്പോൾ കഴിഞ്ഞ കൊല്ലവും കാർഡ് വന്നിരുന്നുവെന്ന് മകൾ രാധിക. പട്ടാമ്പി ഹൈസ്കൂളിൽ പണ്ട് പഠിപ്പിച്ച കുട്ടിയാണ് എന്ന് മാത്രം പറഞ്ഞു. മാഷ് ഊണ് കഴിച്ചോ? ഉവ്. എന്നിട്ട് പിന്നിലെ ലോഡ്ജ് കെട്ടിടം കാട്ടി പറഞ്ഞു. ഞാനിവിടെ ഒരു മുറി എടുത്തിട്ടുണ്ട്. മുറിയിൽ പോയിരുന്ന് സംസാരിച്ചാലോ? കുമാരൻകുട്ടി ഉണ്ടാവും. അതൊരു ശല്യം. വലിയച്ഛനെ കാണാൻ ഒരു സ്ത്രീ വന്നിരുന്നു എന്ന് പറഞ്ഞാൽ അമ്മാളുവിനോട് വിസ്തരിക്കേണ്ടി വരും. പഠിപ്പില്ലെങ്കിലും നല്ല ഓർമ്മശക്തിയാണ്. ഇംഗ്ലീഷ് കൊല്ലം പിറക്കുമ്പോൾ കാർഡ് അയക്കുന്ന വിനീത ശിഷ്യയെ ചുറ്റിപ്പറ്റി അമ്മാളുവിൻ്റെ ഒരു പരിഹാസവും ചിരിയും ഒക്കെ ഉണ്ടാവും വീട്ടിൽ. വിനോദിനി താമസിക്കുന്നത്? ഇതാ അവിടെ പുരുഷോത്തമൻ, അയാളുടെ വീട്ടിൽ. ഊണ് കഴിച്ചോ? ഇല്ല. ആ, എന്നിട്ടാ? നടക്കൂ, ഞാനും വരാം. ചുറ്റമ്പലത്തിന് തൊട്ട് തന്നെയാണ് വീട്. കരിങ്കല്ല് പതിച്ച വഴി ശരിക്കു പൊള്ളുന്നുണ്ട്. ചെരുപ്പിടാതെയാണ് വിനോദിനി നടക്കുന്നത് എന്ന് മാസ്റ്റർ ശ്രദ്ധിച്ചു. അടികളുടെ ഈ വീട് ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ട്. രാധികയ്ക്ക് ചോറ് കൊടുക്കാൻ വന്നപ്പോൾ ഇവിടെയായിരുന്നു. അന്ന് മുന്നിലേക്ക് ഈ മുഖപ്പ് നീട്ടിയിട്ടില്ല. അതേ സ്ഥലം, ഇതുതന്നെ. എന്നാലും മാഷെ ഒന്ന് കണ്ടല്ലോ. ഭഗവതിയുടെ അനുഗ്രഹമായിരിക്കും. കോലായയുടെ തണലിലെത്തിയപ്പോൾ മാസ്റ്റർ പറഞ്ഞു, ഹൗ, വല്ലാത്ത വെയിൽ. മേലെ പൂമുഖത്ത് ചാരുകസേരയിൽ കിടക്കുന്ന തടിച്ച വൃദ്ധൻ പഴയ അടികൾ തന്നെ.
അന്നും അയാൾ ഏകദേശം ഇതുപോലെയിരുന്നു. കഴിഞ്ഞ 5 വർഷമായി വിനോദിനി ഇവിടെ വരുന്നുണ്ട്. ഒരു മാസത്തെ ഒഴിവിന് വേനലിൽ നാട്ടിൽ വരുമ്പോൾ മാഷക്ക് വലിയ മാറ്റമൊന്നുമില്ല. മുഖത്തിനൊന്നും. അവൾ ആകപ്പാടെ ഒരു പരിശോധന നടത്തി. മാസ്റ്റർ ചിരിച്ചു. കത്തിൽ തീയതിയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും വിനു വന്നിട്ടുണ്ടോയെന്ന് ഞാൻ നോക്കി. കണ്ടപ്പോൾ മാഷയ്ക്ക് എന്നെ മനസ്സിലായല്ലോ. അതാ അത്ഭുതം. മാറ്റം എത്രത്തോളം വന്നു എന്ന് മാസ്റ്റർ കണ്ടപ്പോഴേ കണക്കാക്കിയിരുന്നു. മുടി കുറച്ച് മഞ്ഞ നിറമായിരിക്കുന്നു. കറുപ്പിക്കാൻ എപ്പോഴോ മരുന്ന് പുരട്ടിയതുകൊണ്ടാണോ മഞ്ഞ? അമ്മാളുവും പരീക്ഷണം ഒരിക്കൽ നോക്കി. കറുപ്പും ചുവപ്പും മഞ്ഞയും ഒക്കെ കലർന്ന തല മലയണ്ണാണ്ട് നിറമായി. പിന്നെ സംസാരിക്കുമ്പോൾ അണപ്പല്ലുകളിൽ ഒന്ന് പോയ വിടവ് ശരിക്ക് കാണാം. വെള്ളാരം കണ്ണുകൾക്ക് മാത്രം മാറ്റമില്ല. പീടികയിൽ പ്ലാസ്റ്റിക് ഡപ്പിക്ക് വില പറഞ്ഞു നിൽക്കുമ്പോൾ നേരത്തെ അതാണ് പെട്ടെന്ന് കണ്ടത്. ഉണ്ടിട്ട് വരൂ, ഞാനിരിക്കാം. തിരക്കില്ല. പൂമുഖത്ത് വൃദ്ധൻ മറ്റൊരു വൃദ്ധനുമായി ലഡ്ജർ നിവർത്തി വെച്ച് എന്തോ കാര്യങ്ങൾ കർണാടകത്തിൽ തർക്കിക്കുകയാണ്. ഉറക്കെ ഉറക്കെ. മാഷ് ഇടയ്ക്ക് തൊഴാൻ വരാറുണ്ടോ? ഇല്ല, വളരെ പണ്ട് വന്നതാണ്. ഇക്കുറി വിനോദിനിയെ കാണാമെന്ന് കരുതിയിട്ട് കൂടിയാണ് തൊഴാൻ വന്നതെന്ന് പറഞ്ഞില്ല. വിചാരിച്ച പോലെയൊന്നും ഇവിടെ വരാൻ പറ്റില്ല. ഭഗവതി നിശ്ചയിക്കും, അപ്പോഴേ നമുക്ക് സൗകര്യമാവൂ. ശരിയായിരിക്കണം. രാധികയ്ക്ക് 6 മാസമുള്ളപ്പോൾ വന്നിട്ട് പിന്നീട് ഇപ്പോഴാണ്. 8 മണിക്കൂർ തീവണ്ടിയിൽ, പിന്നെ 4 മണിക്കൂർ ബസ്സിൽ. വീട്ടിൽ പറഞ്ഞപ്പോൾ അമ്മാളുവിന് അത്ഭുതവും ദേഷ്യവും. കൂടെ ഒരാളെ കൂട്ടാതെ പോകരുതെന്ന് ഉപദേശിക്കാൻ രാധിക വന്നു. മുമ്പൊരിക്കൽ വന്ന നെഞ്ചുവേദന ഗ്യാസ് ട്രബിൾ അല്ല, ഹൃദ്രോഗം തന്നെയാണെന്ന് മകൻ വിശ്വസിക്കുന്നു. അമ്മയും മകളും ചേർന്ന് ആലോചിച്ചു, തർക്കിച്ചു. അന്യസ്ഥലത്ത് പോയി വല്ല അത്യാപത്തും ഉണ്ടാകണ്ട. ഒടുവിൽ അമ്മാള് ഉപദേശിച്ചു. അവൾക്ക് നീണ്ട യാത്ര ചെയ്യാൻ താല്പര്യമില്ല. അമ്പലത്തിൽ പോക്കും സന്ധ്യാനാമവും ഒക്കെ മുമ്പേ നിർത്തിവച്ചിരിക്കുന്നു. രാധികയ്ക്ക് വിദേശത്ത് നിന്ന് കൃത്യമായി ഡ്രാഫ്റ്റ് വരുന്നു. രാധികയുടെ ചെറിയ കുട്ടികൾക്കും അസുഖങ്ങളൊന്നുമില്ല. രഘുവിന് നല്ല ജോലി. ഭേദപ്പെട്ട കുടുംബത്തിൽ നിന്ന് വിവാഹം. ആവശ്യപ്പെടാൻ പുതുതായി ഒന്നുമില്ലാത്തത് കൊണ്ടാവും. എല്ലാം ഈശ്വരൻ അനുവദിച്ചു കൊടുത്ത സ്ഥിതിക്ക് പ്രാർത്ഥനയൊക്കെ മനസ്സിൽ മതിയെന്ന് അമ്മാള് ധൈര്യമായി പറയാൻ തുടങ്ങിയിരിക്കുന്നു. എപ്പോഴാ മാഷ് മടക്കം? നിശ്ചയിച്ചിട്ടില്ല. മേലെ വൃദ്ധന്മാർ കണക്ക് നോക്കിയിരിക്കെ ചോദിക്കേണ്ടത് പലതും പിന്നീടാവട്ടെ എന്ന് വെച്ചു. മാഷ് കുടശാത്രയിൽ പോയിട്ടുണ്ടോ? ഇല്ല. വൃദ്ധൻ അടികൾ അത് കേട്ട് അടുത്തേക്ക് വന്നു. ഇപ്പോൾ ജീപ്പ് പോകുന്ന റോഡുണ്ട്. എന്നാലും അധികം പേരും നടന്നിട്ട് തന്നെയാണ് കയറുന്നത്. വയസ്സായവർക്ക് കുറച്ച് കഷ്ടമാണ് കയറാൻ, അടികർ പറഞ്ഞു. അയാൾ വാർദ്ധക്യത്തിനോട് പണ്ടെന്നോ സന്ധി പറഞ്ഞ് നിർത്തിയിരിക്കുകയാണ്. മാസ്റ്റർ ഓർമ്മിച്ചു. 25 കൊല്ലം മുമ്പ് ഇവിടെ വന്നത് പറഞ്ഞാലോ ഈ വൃദ്ധനോട്? മാസ്റ്റർ ധൃതിയിൽ മനസ്സിൽ കണക്ക് കൂട്ടിക്കൊണ്ട് പറഞ്ഞു. വിനു ഊണ് കഴിച്ചോളൂ, ഞാൻ ജീപ്പുണ്ടോയെന്ന് അന്വേഷിച്ചിട്ട് വരാം. 6 ആളുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് ജീപ്പ് വിളിക്കാമെന്ന് അടികർ പറഞ്ഞു. എന്നാൽ ആളൊന്നക്ക് 50 ഉറുപ്പിക വെച്ച് കൊടുത്താൽ മതി. 50 ഉറുപ്പികയെ? വിനുവിൻ്റെ അത്ഭുതവും അമ്പരപ്പും കണ്ടപ്പോൾ മാസ്റ്റർ പറഞ്ഞു. ഞാനൊന്ന് അന്വേഷിച്ച് വരാം. പോണെന്ന് എനിക്കൊരു മോഹമുണ്ട്. മാഷുണ്ടെങ്കിൽ നമുക്കൊന്ന് പോവായിരുന്നു. പോവാം, ജീപ്പ് അന്വേഷിക്കട്ടെ, പോവാം. മാസ്റ്റർ വെയിൽ വകവയ്ക്കാതെ നടന്നു. ലോഡ്ജിലെത്തിയപ്പോൾ മുറിയിൽ ആകെയുള്ള ഒറ്റക്കട്ടിലിൽ കുമാരൻകുട്ടി കിടന്ന് സുഖമായി ഉറങ്ങുന്നു. ഊണ് കഴിഞ്ഞു വന്നാൽ വയസ്സായ ഒരാൾക്ക് വിശ്രമിക്കേണ്ടി വരുമോ എന്ന ചിന്തയില്ലാതെ. അവന് ഇഷ്ടമായിട്ട് വന്നതല്ല. തുണയ്ക്കൊരാൾ വേണമെന്ന് അമ്മാൾ നിശ്ചയിച്ച് അടുത്ത വീട്ടിലെ കുട്ടിയെ നിർബന്ധിച്ച് സമ്മതിപ്പിച്ചതാണ്. അവൻ കുടജാദ്രിയിലേക്ക് വരണ്ട, തനിച്ച് മതി, വേറെ ആരും വേണ്ട. തപാലാപ്പീസിലെ സേവിങ്സ് കണക്കിൽ നിന്ന് പണമെടുത്തപ്പോൾ ഇതൊന്നും ആലോചിച്ചിട്ടില്ല. എന്നാലും ആവശ്യത്തിലധികമുണ്ട്. ഒറ്റയ്ക്ക് ജീപ്പ് വിളിക്കാൻ കൂടിയുണ്ട്. പോസ്റ്റ് മാസ്റ്റർ തുക 1000 എഴുതിയത് കണ്ട് ചോദിച്ചു. എന്താ മാഷേ വിശേഷം? ഒന്നുമില്ല. കുളിമുറിയിൽ ചില്ലറ റിപ്പയർ ഉണ്ട്. ഒന്ന് മൂകാംബികയിലും പോകണം. സൗകര്യമായി സമൃദ്ധമായി മൂകാംബികയിലും ഉടുപ്പിയിലും താമസിക്കണമെന്ന് നിശ്ചയിച്ചിരുന്നു. പിന്നീടൊരിക്കൽ ഇങ്ങനെയൊരു യാത്ര ഉണ്ടായില്ലെങ്കിലോ? ആഹാരത്തിൻ്റെ കാര്യങ്ങൾ കൂടി പിശുക്കി പിശുക്കി രാവിലെയും വൈകുന്നേരവും ട്യൂഷൻ എടുത്താണ് രഘുവെ എൻജിനീയറിങ്ങിന് ചേർത്തത്. ഭാഗത്തിൽ അമ്മാളുവിന് കിട്ടിയ സ്ഥലം നല്ല വിലയ്ക്ക് വിറ്റത് കൊണ്ട് രാധികയുടെ കല്യാണത്തിന് കഷ്ടപ്പെടേണ്ടി വന്നില്ല. തപാലാപ്പീസിലെ കണക്ക് മാത്രം അമ്മാളുവിനെ ബോധ്യപ്പെടുത്തേണ്ടതില്ല. ലോഡ്ജിൻ്റെ കൗണ്ടറിൽ നേരത്തെ കണ്ട ചെറുപ്പക്കാരനല്ല ഇപ്പോൾ. ഇയാൾ ജ്യേഷ്ഠനാവണം. കണ്ണാടിക്കൂട്ടിൽ അവിടെയും ശ്രീചക്രവും മറ്റും വിൽപ്പനയ്ക്കുണ്ട്. തീർത്ഥാടനത്തെ പറ്റിയുള്ള പോസ്റ്റർ ചുവരിൽ. കുടജാദ്രിയിലേക്കുള്ള ദൂരം എഴുതിയിട്ടുണ്ട്. 32 കിലോമീറ്റർ. ബസ്സിൽ പോയാൽ പിന്നെ എത്ര നടക്കണം സ്വാമി? ബസ്സിൽ പോയാൽ ജാസ്തി നടക്കണം. നിങ്ങൾ വയസ്സായവർക്ക് കഷ്ടം.
വയസ്സായവർക്ക് എവിടെയും കഷ്ടം. അപ്പോൾ അച്ഛൻ അടികൾ വന്നു. കുടജാദ്രിയിൽ വൈകുന്നേരം എത്തുക, എല്ലാം കണ്ട് രാത്രി അവിടെ താമസിക്കുക, രാവിലെ മടങ്ങുക. അവിടെ അമ്പലത്തിൽ പൂജ നടത്തുന്നവർ വരുന്നവർക്കൊക്കെ താമസിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കും. അവരുടെ പരിചയത്തിൽപ്പെട്ട ജീപ്പുണ്ട്. ടെലിഫോണിൽ അടികൾ പിശകി. എന്നാലും 300 റുപ്പിക. രാത്രി തങ്ങുന്നതിന് കൂടിയാണ് ഈ സംഖ്യ. തൊഴുത് അപ്പോൾ തന്നെ മടങ്ങുമ്പോൾ കുറയും. പക്ഷേ അവിടെ ഇരുന്ന് ധ്യാനിക്കണം, അതിനാണ് ആളുകൾ പോകുന്നത്. നടന്നു കയറുന്നത് കഷ്ടമാണ്, വേര് പിടിച്ച് കയറണം. വീണ്ടും വയസ്സുകാലത്തെ പറ്റി പറഞ്ഞില്ല. ഉപകാരം. പക്ഷേ പ്രായത്തിൻ്റെ പരാധീനത ഒരു സത്യമാണ്. 8 വർഷം മുൻപാണ് ഒരിക്കൽ ശബരിമലയ്ക്ക് പോയത്. അമ്മാളുവിൻ്റെ ഒരു പഴയ പ്രാർത്ഥന ബാക്കി കിടന്നിരുന്നു. തിരിച്ചെത്തിയ ശേഷം എഴുന്നേൽക്കാനും നടക്കാനും വയ്യാതെ കിടന്നു. 300 ഉറുപ്പിയെങ്കിൽ 300. ജീപ്പുകാരനെ ഏൽപ്പിക്കാൻ പറഞ്ഞ് മുറിയിലെത്തി. ബാഗിൽ തോർത്തും പൽപ്പൊടിയും ഒരു കാവ്യം കൊണ്ടും വയ്ക്കുമ്പോൾ കുമാരൻകുട്ടി എഴുന്നേറ്റു. കിടന്നോ കിടന്നോ, വല്യച്ഛന് കിടക്കണോ? വേണ്ട, ഞാനേ കുടജാത്രയിൽ ഒന്ന് തൊഴാൻ പോവുകയാണ്. ഒരു ജീപ്പ് പോണുണ്ട്. അവന് പോക്കറ്റിൽ നിന്ന് 10 റുപ്പിക എടുത്തു കൊടുത്തു. ചിലപ്പോൾ വരാൻ വൈകും, നീ കഴിച്ചു കിടന്നോ, ഞാനും വരാം. വെറും കുന്നാണ്. ദാ ആ കാണുന്ന മലയുടെ അപ്പുറം ശങ്കരാചാര്യർ ഇരുന്ന സ്ഥലമെന്ന് ഒരു വിശേഷമേ ഉള്ളൂ, വേറെ കാണാനൊന്നുമില്ല. അവന് ഈ യാത്ര തന്നെ മടുത്തിരിക്കുന്നു. അലഞ്ഞു നടക്കാൻ പറ്റിയ അങ്ങാടി കൂടിയില്ലാത്ത സ്ഥലം, ഇറച്ചിയും മീനും കിട്ടാത്ത ഹോട്ടലുകൾ. 30 കൊല്ലം ഈ പ്രായക്കാരെ പഠിപ്പിച്ചതാണ്, അവരുടെ മനസ്സറിയാം. അതുകൊണ്ട് ധൈര്യത്തിൽ പറഞ്ഞു, അല്ല അവിടെയും ഒന്ന് തൊഴണമെങ്കിൽ വന്നോ. അവൻ ആലോചിച്ചു, എന്നിട്ട് പറഞ്ഞു, എന്നാൽ വല്യച്ഛൻ പോയി വന്നോളൂ, ഒറ്റയ്ക്ക് എവിടെയും വിടരുതെന്ന് വല്യമ്മ പറഞ്ഞിരുന്നു. ഓ, ഒറ്റയ്ക്കല്ല, വേറെ ആളുണ്ട്. ലോഡ്ജിൻ്റെ മുറ്റത്ത് വലിയ ഒച്ചയോടെ ഡീസൽ ജീപ്പ് വന്നു നിന്നു. ഡ്രൈവർ 100 റുപ്പിക അഡ്വാൻസ് ചോദിച്ചു. കുമാരൻകുട്ടി അത് നോക്കി നിൽക്കുന്നുണ്ട്. അവനെ ബോധ്യപ്പെടുത്താൻ പറഞ്ഞു, മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പിന്നെ ഞാൻ വാങ്ങിക്കോളും. ഡ്രൈവർ ഒരു ചെറുക്കനാണെന്ന് തന്നെ പറയാം. ഒരിക്കൽ കൂടി പിശകി നോക്കി. യാത്രയുടെ വിശ്രമം അവൻ വിവരിച്ച ശേഷം പ്ലാസ്റ്റിക് ക്യാനിൽ വെള്ളം പിടിച്ചു വയ്ക്കാൻ വീടിൻ്റെ ഭാഗത്തേക്ക് പോയി. ആ വഴി പോയി നല്ല പരിചയമുള്ളവനാണെന്ന് അടികൾ ഉറപ്പു പറഞ്ഞു. പഴയ ഒരു ലോഡ്ജ്, പുഴവക്കിൽ അധ്യാപകരുടെ താവളം. നവരാത്രി കാലത്ത് കുടുംബസ്ഥരായ കൂട്ടുകാർ നാട്ടിൽ പോയപ്പോൾ തനിയെ ആവാൻ വേലക്കാരൻ ചെറുക്കന് സിനിമ കാണാൻ 2 റുപ്പിക കൊടുത്ത് കാത്തിരുന്നത് ഓർമ്മിച്ചു. ഞാൻ തനിച്ചാണ്, വിനോദിനി വരൂ എന്ന് പറയാൻ ധൈര്യമുണ്ടായിരുന്നില്ല. ഞാൻ പോകുന്നില്ല, കുട്ടിക്ക് സംശയം വല്ലതും ഉണ്ടെങ്കിൽ ശനിയാഴ്ച വന്നോളൂ, പറഞ്ഞു തരാം എന്നു മാത്രം എങ്ങനെയൊക്കെയോ അകത്തെ വിറയടക്കി പറഞ്ഞു തീർത്തു. ചെറുപ്പക്കാരനായ പുതിയ മാസ്റ്റർ തനിച്ചുള്ളപ്പോൾ 10ാം ക്ലാസ്സിലെ ഒരു പെൺകുട്ടി കാണാൻ വരുന്നത് അയൽക്കാർ മുഴുവൻ നോക്കി നിന്ന് അപവാദം പരത്തുമോ എന്നായിരുന്നു ഭയം. അപ്പോൾ യാദൃശ്ചികമായി കണ്ടത് എന്ന മട്ടിൽ എടുത്തു കൊടുക്കാൻ ചെറിയ പെട്ടി ചോക്ലേറ്റ് വാങ്ങി കരുതി വച്ചിരുന്നു. ആൻ്റണി മാസ്റ്റർ കിടക്കുന്ന മുറിയിൽ മാത്രമായിരുന്നു ഒരു കട്ടിൽ. ഒരിക്കൽ മാത്രം മുടുത്തു മുഷിഞ്ഞിട്ടില്ലാത്ത മുണ്ടുകൊണ്ട് അത് വിരിച്ചിട്ടു. വെറുതെ വൃത്തിയായിരിക്കട്ടെ. സന്ധ്യയായി. വരില്ല എന്നുറപ്പായപ്പോൾ നിരാശയേക്കാൾ ആശ്വാസം. ആർക്കും അപവാദം പറയാൻ അവസരമില്ല. വിനോദിനി വൃദ്ധയായിരിക്കുന്നു, ഞാൻ പടുവൃദ്ധൻ. എന്നിട്ടും ഈ 15കാരൻ ചെറുക്കനെ ഭയം. മാസ്റ്റർക്ക് സ്വയം വെറുപ്പ് തോന്നി. കുപ്പിയിലും പ്ലാസ്റ്റിക് ക്യാനിലും വെള്ളം കയറ്റി വെച്ച ഡ്രൈവർ കർണാടകത്തിൽ അടികളോട് എന്തൊക്കെയോ പറഞ്ഞു. ചില വാക്കുകൾ മനസ്സിലാവും. എന്നിട്ട് മാപ്പിള മലയാളത്തെ അനുകരിക്കുന്ന ഭാഷയിൽ മാസ്റ്ററെ വിളിച്ചു. വരി, കയറിക്കോളി. മാസ്റ്റർ ലെതർ ബാഗ് സീറ്റിൽ വെച്ചു. ഡ്രൈവർ കയറിയിരുന്നു. ഡീസല് ബൈക്കിന്ന് അടിക്കാം. വേറെ ആരുണ്ട്? പതുക്കെ പറഞ്ഞു. അവർ വഴിക്കുന്ന് കയറും. കുമാരൻകുട്ടിയിൽ നിന്ന് രക്ഷപ്പെടലാണ് ആദ്യം വേണ്ടത്. പിന്നെയും അടികളോട് എന്തൊക്കെയോ പറഞ്ഞ ശേഷമാണ് ഡ്രൈവർ പുറപ്പെട്ടത്. കുമാരൻകുട്ടി അത്ര രസിക്കാത്ത ഭാവത്തിൽ നോക്കി നിൽക്കുന്നു. മാസ്റ്റർ യാത്ര പറയും പോലെ ഒന്ന് തലയാട്ടി. അമ്പലത്തിൻ്റെ മറുവശത്തെത്തിയപ്പോൾ വടക്കേ ഗോപുരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന വിനോദിനിയെ കണ്ടു. നിർത്തൂ, നിർത്തൂ. പ്രായാധിക്യവും നട്ടലിൻ്റെ വേദനയും മറന്ന് ധൃതിയിൽ താഴെ ഇറങ്ങി. ഒരു ജീപ്പ് നിന്നതും ആളിറങ്ങിയതും അവൾ ശ്രദ്ധിച്ചിട്ടില്ല. തടഞ്ഞു നിർത്താൻ ഒപ്പമെത്തി വിളിക്കേണ്ടി വന്നു. ഒരു ജീപ്പ് പോണുണ്ട്, നമുക്ക് പോവാം. എങ്ങട്ട്? പെട്ടെന്ന് അരിശമാണ് തോന്നിയത്. നേരത്തെ പറഞ്ഞത് ഓർമ്മയില്ലാത്ത പോലെ. കുടജാദ്രി, ഈ ജീപ്പ് പോവും, ഏർപ്പാടാക്കി. അപ്പോൾ വിശ്വാസം വരാത്ത പോലെ അവൾ അത്ഭുതത്തോടെ ജീപ്പിനെ വന്നു നോക്കി. പിന്നെ ഉത്സാഹത്തിൽ ഓടാൻ തുടങ്ങുമ്പോൾ, ഞാനിപ്പോൾ വരാം, ഒറ്റ മിനിറ്റ്, നിൽക്കൂ. പഴയ വിദ്യാർത്ഥിനിയെപ്പോലെ പെട്ടെന്ന് നിന്നു. സർ, അവിടെ പോണവരൊക്കെ രാത്രി തങ്ങും. തിരിഞ്ഞ് അവളെ നോക്കാതെ പറഞ്ഞു. പൂജാരിയുടെ വീട്ടിൽ സ്ത്രീകൾ സൗകര്യപ്പെടുത്താറുണ്ട്.
മാറ്റാൻ വല്ലതും എടുത്തോളൂ സർ. അവൾ ധൃതിയിൽ നടന്നകലുന്നത് കണ്ടിട്ടാവണം ഡ്രൈവർ അയവിറക്കി. അക്ഷമ കാട്ടുന്ന യന്ത്രം നിർത്താൻ താക്കോൽ തിരിച്ചു. ഡ്രൈവർ ഇറങ്ങി. ബോണറ്റ് തുറന്ന് എന്തോ പരിശോധന നടത്തി അടച്ചു. അവിടെ മുകളിൽ ഭക്ഷണമൊക്കെ? ഓ കിട്ടും, ബട്ടറെ കൊടുക്കും. ചെറിയ കടയിൽ നിന്ന് 2 ഉറുപ്പികയ്ക്ക് പഴം പൊതിഞ്ഞു വാങ്ങി. ഡ്രൈവർ കയറി ഒരു പഴം ഉരിഞ്ഞു തിന്നു. കടക്കാരൻ്റെ പോക്കറ്റിൽ കൈയിട്ട് സിഗരറ്റ് കൂട് പുറത്തെടുത്ത് ഒന്ന് കത്തിച്ചു. രണ്ടും കാശിനല്ല എന്ന് മാസ്റ്റർ ശ്രദ്ധിച്ചു. തയ്യാറായി നിൽക്കാൻ പറഞ്ഞിട്ട് ഇപ്പോൾ? മലയാളികൾ ധാരാളം വരുന്ന ക്ഷേത്രമാണ്. വല്ല പരിചയക്കാരോ ചാർച്ചക്കാരോ വന്ന് മുമ്പിൽപ്പെട്ടാൽ? ഒന്നും ഉണ്ടായിട്ടല്ല. വിചാരിച്ചതിലും വേഗത്തിൽ വിനോദിനി വന്നു. വെളുപ്പിൽ കറുത്ത പൂക്കൾ, വില കുറഞ്ഞ വിദേശ സാരി. രാധികയുടെ ഭർത്താവ് വരുമ്പോൾ പുറമേക്കാർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് അവൾ മാറ്റിവെക്കാറുള്ളത് ഇത്തരമാണ്. കയ്യിൽ കാവി നിറത്തിൽ ഒരു തുണിസഞ്ചി. ഇതും കൊണ്ടാണോ ഇങ്ങോട്ട് വന്നത്? ഒരു പ്രായം കടന്നാൽ പരിഷ്കാരത്തിൻ്റെ നിയമങ്ങൾ മറക്കുമായിരിക്കും. എവിടെയിരിക്കണമെന്ന് സംശയിക്കുമ്പോൾ ഡ്രൈവർ പറഞ്ഞു, കച്ച റോഡാണ്, മുന്നിലിരുന്നാൽ പൊടി കൂടുതലാവും. അതുകൊണ്ട് പിന്നിൽ കയറി ഒരേ സീറ്റിൽ അല്പം അകന്നിരുന്നു. ജീപ്പ് അങ്ങാടി കടന്ന് പുതുതായി വന്ന ഹോട്ടലുകൾ കടന്ന് കാട്ടുപാതയിലെത്തും വരെ അവർ സംസാരിച്ചില്ല. നമ്മൾ രണ്ടാളും മാത്രമാവുമ്പോൾ? അവൾ എന്താണ് പറയാൻ പോകുന്നത് എന്ന് ഉത്കണ്ഠ തോന്നി. അത് കാണിക്കാതെ ചോദിച്ചു, കുറേയൊക്കെ കാശാവില്ലേ സർ? മാസ്റ്റർ ചിരിച്ചു. അത് സാരല്ല, ഒരു പുണ്യസ്ഥലം കാണാനല്ലേ. നടന്നു പോണം, എന്നാലേ ശരിക്ക് ഫലം കിട്ടൂ. അവൾ ഗൗരവത്തിൽ പറഞ്ഞപ്പോൾ പതുക്കെ ഒന്ന് ചിരിച്ചു. എന്തു ഫലം എന്നല്ല ചോദിച്ചത്. രണ്ടായാലും അവിടെ എത്തില്ലേ? ഹരി കഥ പറയുന്ന ഒരു സ്വാമിയുണ്ട്, മഹായോഗ്യൻ. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ എത്തുന്നു എന്നതാ പ്രധാനം, എവിടെ എത്തുന്നു എന്നല്ല. ഓ, കുടജാദ്രിയെ പറ്റിയാണോ പറഞ്ഞത്? അല്ല, പൊതുവേ ചിലപ്പോൾ ഞായറാഴ്ച ഞാൻ കേൾക്കാൻ പോവും. അതൊരു വേദാന്തമാവും. വീണ്ടും വിനോദിനി നിശബ്ദയായി. അവൾ പിന്നിൽ ഡ്രൈവർ വെച്ച പ്ലാസ്റ്റിക് ക്യാനിൽ എന്തോ കൗതുകം കണ്ട പോലെ നോക്കിയിരുന്നു. കാട്ടിലൂടെ പുളഞ്ഞു പോകുന്ന നിരത്ത് സർവേ കല്ലിൽ എഴുതിയ ഒരു സ്ഥലത്തിൻ്റെ പേര് വായിക്കാൻ ശ്രമിച്ചു. മനസ്സിലായില്ല. വിനു പറഞ്ഞതാ ശരി, ഇതൊന്നും നേരത്തെ വിചാരിച്ച് പ്ലാൻ ചെയ്താൽ നടക്കില്ല. ഞാൻ എത്ര കാലമായി വിചാരിക്കണോ ഒന്ന് തൊഴാൻ വരണമെന്ന്. അവൾ ചിരിച്ചപ്പോൾ പല്ലുകൾക്കിടയിലെ കറുപ്പ് തെളിഞ്ഞു കണ്ടു. മൂകാംബികയെപ്പറ്റി ചെറിയൊരു പുസ്തകം കണ്ടു. അതിന് ഭയങ്കര വില. വാങ്ങിയില്ല. മോളിലെന്താ പ്രതിഷ്ഠ? അയാൾ അധ്യാപകനാവാൻ നോക്കി. പണ്ട് ആചാര്യസ്വാമികൾ തപസ് ചെയ്തു, അത് തന്നെ വിശേഷം. അമ്പലല്ലേ? അതിന് ഡ്രൈവറാണ് മറുപടി കൊടുത്തത്. ഉണ്ട്, ത്രിമൂർത്തികൾ. അവൻ്റെ വിവരണം തുടരാതിരിക്കാൻ വേണ്ടി വിഷയം മാറ്റി. മദ്രാസിലിപ്പോൾ ഭയങ്കര ചൂടാവൂലേ? ഇപ്പോൾ എന്നാലും സഹിക്കാം. അടുത്ത മാസത്തിലാണ് ശരിക്ക് ചൂട് തുടങ്ങുക. തമിഴർ കത്രി എന്ന് പറയുന്ന സമയം. ഭയങ്കര ചൂടാ അപ്പോൾ. താമസമൊക്കെ? ഒരു വീടിൻ്റെ മീതെ. താഴത്തെ ഫാമിലി വാടകയ്ക്ക് തന്നതാ. അഡ്രസ്സിലെ 16 മുണ്ടക്കന്നിയമ്മൻ കോവിൽ സ്ട്രീറ്റ്. അത് തന്നെ. ആദ്യം മുതൽക്കേ അതായിരുന്നു വിലാസം. ജൂൺ ജൂലൈയിലാണ് കഷ്ടം. മേൽപ്പര ആസ്ബെസ്റ്റോസാ. ചൂട് സഹിക്കില്ല. ഫാനൊന്നുമില്ല. ഒറ്റയ്ക്കാണോ അവിടെ? അല്ല, വേറൊരു സ്ത്രീയുണ്ട്, മലയാളി. അതിന് തരക്കേടില്ലാത്ത ജോലിയാണ്. അത് മാറണം വെച്ചിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ അതിനെപ്പോലെ ഒരാളെ കിട്ടിയില്ലെങ്കിലാണ് ബുദ്ധിമുട്ട്. അവരും അവളെപ്പോലെയാണോ എന്നാണ് അറിയേണ്ടത്. ഒറ്റയ്ക്ക്. അവർക്ക് ഭർത്താവും മുതിർന്ന കുട്ടികളൊക്കെ ഉണ്ട് നാട്ടിൽ. നേരത്തെ പിരിഞ്ഞു വരാൻ അയാൾ നിർബന്ധിക്കുന്നുണ്ട്. ഡ്രൈവർ ഒരു കാസറ്റ് വെച്ചപ്പോൾ പൊടുന്നനെ ഉച്ചത്തിൽ ഒരു ചെണ്ടമേളം. അവൻ വേഗം ശബ്ദം താഴ്ത്തി, പിന്നെ വീണ്ടും ഉയർത്തി. വിനോദിനി സംസാരിക്കുമ്പോൾ മാസ്റ്ററുടെ പകുതി ശ്രദ്ധയും ഡ്രൈവറുടെ വിക്രിയകളിലായിരുന്നു. ചെണ്ടമേളവും സംഭാഷണവും പാട്ടും ഒക്കെ ചേർന്ന് കോലാഹലം. ആരെ രസിപ്പിക്കാനാണിവൻ? ഒറ്റയ്ക്ക് 200 ഉറുപ്പിക വാടക കൊടുക്കാൻ വയ്യല്ലോ. ശല്യം. ശബ്ദം കൊണ്ട് ശരിക്ക് കേൾക്കില്ല. മാസ്റ്റർ അവളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. അവിടുത്തെ സ്കെയിലൊക്കെ എങ്ങനെയാണ്? അസോസിയേഷൻ വക സ്കൂളല്ലേ, സ്കെയിലൊന്നുമില്ല. പിന്നെ 300 ഉറുപ്പിക തരും. അയാൾക്ക് വിശ്വസിക്കാനായില്ല. വെറും 300ഓ? അതെ, കൂട്ടിത്തരില്ല. പിന്നെന്താ, 4 ട്യൂഷനുണ്ട്. അതിന് 400 ഉറുപ്പിക കിട്ടും. അതാണ് രക്ഷ. മാസ്റ്റർക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി. അതുകൊണ്ട് വലിയൊരു നഗരത്തിൽ ജീവിക്കണം. ഒരു വ്രതമെടുക്കുന്നത് പോലെ ഇങ്ങനെ കഷ്ടപ്പെട്ട് മറുനാട്ടിൽ കഴിയുന്നത് എന്തിനാണ്? ബുദ്ധിമുട്ടാണ് സർ. എന്നാലും അമ്മയ്ക്ക് ഞാൻ 100 ഉറുപ്പിക അയക്കണുണ്ട് മാസം. അത് വലിയ കാര്യമല്ലേ?
മാസ്റ്റർ വിഷമം പുറത്തു കാട്ടാതെ തല കുനിച്ചു. വേറെ ജോലിയൊന്നും കിട്ടണ്ടേ? അവൾ വീണ്ടും പ്ലാസ്റ്റിക് പാത്രത്തിൽ നോക്കി മിണ്ടാതിരുന്നു. ഡ്രൈവർ കേട്ട് രസിക്കുന്ന ഈ കോലാഹലം എന്ത്? നാട്ടിലൊക്കെ കാറുകളിൽ സിനിമാ പാട്ടുകളോ ഭക്തിഗാനങ്ങളോ ആണ്. ഇത് വിചിത്രമായി തോന്നി. അമ്മയ്ക്ക് തീരെ വയ്യ, കിടപ്പ് തന്നെയാണ് എന്ന് പറയാം. 100 ഉറുപ്പികയെങ്കിൽ 100 ഉറുപ്പിക, വല്ലതും മേൻചെലവിനാവുമല്ലോ. അച്ഛൻ ഇപ്പോൾ ഉണ്ടോ? തീപ്പെട്ടി കമ്പനിയുടെ ഇടവഴിയിലൂടെ നടന്നാലെത്തുന്ന വലിയ ഗേറ്റ്. ഇരുവശത്തും സിമൻറ്റിൽ ഓരോ താമരപ്പൂവുണ്ടാക്കി ചായം തേച്ച് വച്ചതായിരുന്നു അടയാളം. ശീമപ്ലാവിൻ്റെ ഇലകൾക്കിടയിലൂടെ കാണാവുന്ന വലിയ ഓടിട്ട വീട്. 2 തവണ വിനുവിൻ്റെ അച്ഛൻ സ്കൂളിൽ വന്നത് കാറിലായിരുന്നു. വെളുത്ത ഖദർ ജുബ, ഖദർ മുണ്ട്, പരമയോഗ്യൻ. 9 മാസത്തെ ലീവ് വേക്കൻസിലായിരുന്നു ആദ്യത്തെ നിയമനം. വാര്യർ തിരിച്ചു വന്നപ്പോൾ തച്ചനാട്ടുകരയിലേക്ക് മാറ്റത്തിൻ്റെ കൽപ്പന വന്നു. പബ്ലിക് പരീക്ഷയ്ക്ക് മുമ്പുള്ള ചെറിയ അവധിക്കാലമായിരുന്നു. ഇടവഴിയിലൂടെ സ്ഥലം വിട്ടു പോകുന്നതിൻ്റെ തലേ ദിവസം വെറുതെ നടന്നു. ചെരുപ്പിൻ്റെ വാറ് ശരിയാക്കാൻ എന്ന പോലെ ഗേറ്റിനടുത്ത് ഏതാനും നിമിഷങ്ങൾ നിന്നു. പുറത്താരെയും കണ്ടില്ല. മുകളിലെ ജനലഴികളിലും. തച്ചനാട്ടുകരയിൽ നിന്ന് എഴുതി. അനേകം കുട്ടികൾക്ക് എഴുതുന്ന കത്തുകളിൽ ഒന്ന് എന്ന ഭാവത്തിൽ. പരീക്ഷാഫലം എങ്ങനെയിരുന്നു? ഏത് കോളേജിലാണ് ചേരുന്നത്? പഴയ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും എന്ത് ചെയ്യുന്നു എന്നറിയാൻ താല്പര്യമുണ്ട്. പക്ഷേ മറുപടി കണ്ടില്ല. വർഷങ്ങൾക്ക് ശേഷം അധ്യാപകർക്കുള്ള ഒരു അവാർഡ് കിട്ടിയപ്പോൾ പത്രത്തിൽ ഫോട്ടോ വന്നിരുന്നു. അന്ന് താമരശ്ശേരി ഹൈസ്കൂളിലാണ്. പഴയ ചില സഹപ്രവർത്തകരുടെ അഭിനന്ദനങ്ങൾക്കൊപ്പം ഒരു ഇൻലൻഡ് ലെറ്റർ. അടിയിലെ വരിയിലാണ് ആദ്യം നോക്കിയത്. വിനീത ശിഷ്യ വിനോദിനി. മിസ് KS വിനോദിനി എന്ന വിലാസം 16 മുണ്ടക്കന്നിയമ്മൻ കോവിൽ തെരുവ്, മദ്രാസ് 4. മിസ് വിനോദിനി. പഴയ ശിഷ്യ ഇപ്പോഴും തന്നെ ഓർമ്മിക്കുന്നു എന്നറിഞ്ഞതിൽ സന്തോഷം. അന്ന് തന്നെ മറുപടി അയച്ചു. ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുകയാണെന്നായിരുന്നു ആ കത്തിൽ. എന്തുകൊണ്ടോ രോഷം തോന്നി. പിന്നീട് മലയാളികളുടെ ആ കമ്പനിയെപ്പറ്റി പത്രങ്ങളിലൊക്കെ വന്നു. ഉടമസ്ഥൻ്റെ 3 ഭാര്യമാരെ പറ്റിയും വെപ്പാട്ടിമാരെ പറ്റിയുമൊക്കെ. കമ്പനി പൊളിഞ്ഞപ്പോൾ നാട്ടിൽ കൂടി ആളുകൾ ഇരുന്ന് പറഞ്ഞു. വിലസി നടക്കാനാവും വിനീത ശിഷ്യ വിവാഹം തന്നെ വേണ്ടെന്ന് വെച്ചത്. മനസ്സിൽ ശകാരിച്ചു. B.Ed കഴിഞ്ഞിരുന്നെങ്കിൽ അസോസിയേഷൻകാർ കുറച്ചുകൂടി ശമ്പളം തരുമായിരുന്നു. പ്രൈവറ്റായി എഴുതണമെന്നുണ്ട്. ഇനിയോ? അത്ഭുതം പുറത്തു കാട്ടിയില്ല. ജീപ്പുകാരന് പെട്ടെന്ന് നിർത്തേണ്ടി വന്നു. നിരത്തിൽ കന്നുകാലികൾ. ഡ്രൈവർ ശകാരിക്കുന്നുണ്ട്. 2 ചെറുക്കന്മാർ ചാട്ട വീശിയടിച്ച് അവയെ ഓരത്തേക്ക് ഒതുക്കി നിർത്താൻ ശ്രമിക്കുന്നു. എല്ലുന്തിയ ശരീരങ്ങളിൽ ചാട്ടവാർ പുളഞ്ഞു. ചായം തേച്ച പാടുള്ള കൊമ്പുകൾ. നിലമ്പൂരിൽ രാധികയുടെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും മടങ്ങുമ്പോൾ ഇതേപോലെ ചുരമിറങ്ങി വരുന്ന കാലിക്കൂട്ടത്തെ കണ്ടിട്ടുണ്ട്. എവിടേക്കാ ഇക്കണ്ട എണ്ണത്തിനെ കൊണ്ടുപോണ്? വിനു അന്വേഷിച്ചു. അറക്കാൻ. വയസ്സായി പണിയെടുക്കാൻ വയ്യാണ്ടാവുമ്പോൾ അറക്കാൻ കൊടുക്കും. അവൾ ഒരു നിമിഷം അതിനെപ്പറ്റി ആലോചിച്ചു എന്ന് തോന്നി. പിന്നെ മദ്രാസിലെ ജീവിതത്തെപ്പറ്റി പറയാൻ തുടങ്ങി. സ്വന്തമായി വെച്ചു കഴിക്കുമ്പോൾ കുറച്ച് കാശുകൊണ്ട് ജീവിക്കാം. രാവിലെ ചോറുണ്ടാക്കി കഴിച്ചിട്ട് പോവും. രാത്രി വന്നാൽ ഞങ്ങൾ കഞ്ഞി വയ്ക്കും. മറ്റേ സ്ത്രീ 250 ഉറുപ്പിക അയക്കുന്നുണ്ട് നാട്ടിലേക്ക്. അവർ പോയാൽ അതേപോലെ ഒരാളെ കിട്ടാനാ വിഷമം. ഒഴിഞ്ഞ് പുതിയ ആളുകൾക്ക് കൊടുത്താൽ വാടക കൂട്ടിക്കിട്ടും. ഒഴിയാതെ നോക്കണം. ഇടയ്ക്ക് വീട്ടുകാരുടെ കൂടെ ഇരുന്ന് TV കാണാനൊക്കെ സൗകര്യമുണ്ട്. നല്ല ആളുകളാണ്. വലിയ വീട്ടിലെ ഒറ്റമകൾ, അതിസുന്ദരി. വിവാഹത്തെപ്പറ്റി ആലോചിക്കുന്ന കാലത്ത് വീട്ടിൽ പറയാൻ ധൈര്യമില്ലാതെ പോയ ഒരു പേര്. ബസ്സുകൂലി കൂട്ടാൻ പോണുവെന്ന് പേപ്പറിൽ കണ്ടു. 150 മാറ്റി 2 റുപ്പീസ് ആക്കുംന്ന്. എന്നാൽ പിന്നെ അമ്മയ്ക്ക് അയക്കണ കാര്യമൊക്കെ പ്രയാസമാവും സർ. മാസ്റ്റർ കണ്ണടയൂരി തുടച്ച് ക്യാൻവാസിലേക്ക് തല ചായച്ച് ആലോചിച്ചു. ഈശ്വര, 50 പൈസ കൂടുന്നതിൻ്റെ സങ്കടം പറയുന്നത്. അടുത്ത വീട്ടിലെ പാലിൻ്റെ കണക്കിൽ രാധിക മാസം 375 ഉറുപ്പിക കൊടുക്കുന്നുണ്ട്. നാട്ടിൽ വല്ല ജോലിയും ശരിയാവില്ലേ? കിട്ടണ്ടേ സാർ? ഉള്ളത് വിടാതെ അവിടെ തന്നെ നിൽക്കണത് അതുകൊണ്ടല്ലേ? എന്നാലും മാസ്റ്റർ പറഞ്ഞു തുടങ്ങിയത് മുഴുമിച്ചില്ല. 10-30 കൊല്ലമായി മാഷെ കണ്ടിട്ട് അല്ലേ? 30 അല്ല 36. കണക്ക് മാസ്റ്റർക്ക് കൃത്യമായി അറിയാം. തിരുത്താൻ ശ്രമിച്ചില്ല. കത്തിരി വെയിലിനെ പറ്റിയും 300 ഉറുപ്പികയുടെ ജോലിയെപ്പറ്റിയും അവൾ കൂടുതൽ പറയരുതേ എന്നാഗ്രഹിച്ചു. പഴയ കാലത്തെപ്പറ്റി നല്ലത് എന്തെങ്കിലും പറയൂ. അതിനു വേണ്ടിയാണ് ഈ യാത്ര. ഡ്രൈവർ ജീപ്പ് നിർത്തി. ഹോണടിച്ച് എന്തോ വിളിച്ചു പറഞ്ഞു. വഴിക്കിലെ പീടികയിൽ നിന്ന് ഒരു ടിന്ന് താങ്ങി പിടിച്ചു വന്ന ചെറുക്കൻ അതും പിന്നിൽ വെച്ചു.
മണ്ണെണ്ണ ബട്ടറേക്ക് ഡ്രൈവർ പറഞ്ഞു. ആ വഴി പോകുമ്പോൾ അയാൾ നിർത്തി അന്വേഷിക്കാറുണ്ട്. ഇപ്പോൾ കാസറ്റിൻ്റെ കലാപമില്ല. ആശ്വാസം. അവിടെ നിന്നങ്ങോട്ട് ചെമ്മണ്ണ് നിരത്തായിരുന്നു. അടുത്ത വീട്ടിലെ ഒരു തള്ളയുണ്ട്. അത് 3 മാസം കൂടുമ്പോൾ വരും. അതിൻ്റെ കൂടെയാണ് ഞാൻ വന്നത്. മാസ്റ്റർ അത്ഭുതപ്പെട്ടു. എന്നിട്ട് അവരെവിടെ? അത് രാത്രി അത്താഴപൂജ കഴിയണവരെ അമ്പലത്തിൽ തന്നെ ഇരിക്കും. എന്നിട്ട് ശബ്ദം താഴ്ത്തി ഒരു സ്വകാര്യം പോലെ പറഞ്ഞു, അതിനോട് പറയാൻ അടിയാളെ ഏൽപ്പിച്ചു. അത് കൂടെ വന്നാൽ പിന്നെ. അവൾ പതുക്കെ ചിരിച്ചു. ശബ്ദം ചിലമ്പിച്ച് ആകെ മാറിയിരിക്കുന്നു. പക്ഷേ പതുക്കെയുള്ള ഈ ചിരി പഴയ കാലത്തിൻ്റെ കലവറയിൽ തേയാതെ ബാക്കി കിടക്കുന്നതാണ്. മാഷ എത്ര കാലമായിട്ട് കാണുകയാണ്. ഒറ്റയ്ക്കാവുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചാലോ എന്ന് വിചാരിച്ചു. മാസ്റ്റർ പൊടുന്നനെ ഉത്സാഹഭരിതനായി. ഒളിച്ചുകളിയുടെ രസം. ഒരു രഹസ്യത്തിൻ്റെ സാഹസമുണ്ട് ഈ യാത്രയിൽ. എൻ്റെ കൂടെ ഒരു ചെറുക്കനുണ്ട്. അവനെ കൂട്ടിയില്ല. തനിച്ചെവിടെയും പോവാൻ വീട്ടിൽ നിന്ന് സമ്മതിക്കില്ല. വീട്ടുകാര്യങ്ങൾ മുമ്പൊരിക്കൽ, കുറേ കൊല്ലങ്ങൾക്ക് മുമ്പാവണം, എഴുതിയത് വിനോദിനി ഓർമ്മിക്കുന്നുണ്ട്. ഒരു മകളും മകനും. മകളുടെ ഭർത്താവിന് ഇപ്പോഴും ഗൾഫിൽ തന്നെ. മകൻ്റെയും കല്യാണം കഴിഞ്ഞു. ഒരു കുട്ടിയുണ്ട്. അവൾ കുറച്ചിടെ നിശബ്ദയായിരുന്നു. വിനുവിൻ്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് കൃത്യമായി അറിയാത്തതിനാൽ നിർത്തി. അച്ഛനും വയ്യ. വീട്ടിലെ സ്ഥിതിയൊക്കെ വളരെ മോശമായി സാർ. മനസ്സിലെവിടെയോ ഒരു നെരുപ്പോട് നേറ് പിടിക്കുന്നു. താമരപ്പൂ വച്ച വലിയ ഗേറ്റ്, അതിനകത്ത് മറ്റൊരു ഗേറ്റ്. കോട്ടയ്ക്കകത്ത് 7 വാതിലുകൾക്കപ്പുറം രാജകുമാരി ഇരിക്കുന്ന കഥ കേൾക്കുന്ന പോലെ. BA കഴിഞ്ഞപ്പോൾ B.Edന് പോവാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ പെൺകുട്ടികൾ ഉദ്യോഗം നോക്കിയിട്ട് കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞു അച്ഛൻ. മാസ്റ്ററുടെ നേരെ ഉയർന്ന വെള്ളാരം കണ്ണുകളിൽ കണ്ടത് ദൈന്യത്തേക്കാളേറെ പകയോ രോഷമോ ആയിരുന്നു. അന്നൊക്കെ ട്രെയിനിങ് കഴിച്ച് വല്ല ദിക്കിലും കയറിയിരുന്നെങ്കിൽ. കേരളത്തിലൊക്കെ നല്ല പേ സ്കെയിലാ അല്ലേ സാർ? പിന്നീട് പഴയ ജോലി ഓർമ്മിച്ച് നീരസം പുറത്തു കാട്ടാതെ ചോദിച്ചു, പഴയ സ്ഥലത്ത് നല്ല ശമ്പളമായിരുന്നു അല്ലേ? ഹേയ്, അമ്മയുടെ ഒരു വകയിലുള്ള ആളായതുകൊണ്ട് ജോലിക്കെടുത്തു. അവിടെ 250. ഇൻക്രിമെൻ്റ് ഇല്ല, ഒന്നുമില്ല. പണിയെടുക്കണവരുടെ ശാപം കൊണ്ടാവും കുറിക്കമ്പനി പൊളിഞ്ഞത്. വലിയ കാറിൽ മുതലാളിയുടെ കൂടെ പറക്കുന്ന സുന്ദരിയുടെ ചിത്രം പൊടുന്നനെ മാഞ്ഞു. വെറുതെ ഒരു വികൃത സങ്കല്പം കൊണ്ട് നടന്നതിന് സ്വയം കുറ്റപ്പെടുത്തി. അച്ഛന് എന്തേ ഇങ്ങനെ ബുദ്ധിമുട്ടാവാൻ? നാട് നന്നാക്കാൻ നടക്കുകയായിരുന്നില്ലേ? പിന്നെ നിയമം വന്നപ്പോൾ കൃഷിയൊക്കെ പാട്ടക്കാരുടെ കയ്യിൽ. ഒരു ചോദ്യം, കരുതി വെച്ച ഒരു പ്രധാന ചോദ്യമുണ്ട്. അതിപ്പോൾ തന്നെ ചോദിക്കണോ എന്നായിരുന്നു സംശയം. ചോദിക്കണേൽ ഒന്നും വിചാരിക്കരുത്. കല്യാണം കഴിക്കാത്തത്? ഭയന്ന പോലെ അവൾ മുഖം താഴ്ത്തിയില്ല. ദുഃഖിച്ച് അസ്വസ്ഥയായതുമില്ല. ആദ്യം ചിലതൊക്കെ വന്നു, ഒന്നും ശരിയായില്ല. ശുദ്ധജാതകമാണത്രേ. അതേപോലെ ശുദ്ധജാതകം വന്നാലേ ചേരൂ. ശുദ്ധജാതകക്കാർ അധികം ഉണ്ടാവില്ലല്ലോ. മാസ്റ്റർ കണ്ണടച്ച് പതുക്കെ തലയാട്ടി. അങ്ങനെ നീണ്ടപ്പിളയ്ക്ക് വീട്ടിലും. മാസ്റ്റർ ഞെട്ടിത്തെറിച്ചു. ജീപ്പ് പൊടുന്നനെ നിർത്തിയതാണ്. പുറത്തു നോക്കുമ്പോഴാണ് റോഡിൻ്റെ സ്ഥിതി മനസ്സിലാവുന്നത്. ഇടയ്ക്കിടെ റിവേഴ്സ് എടുത്ത് വീണ്ടും കയറ്റിയാലേ മുകളിലേക്ക് എടുക്കാൻ പറ്റൂ. വാടകയ്ക്ക് തർക്കിച്ചപ്പോൾ ഡ്രൈവർ ഇതാണ് പറഞ്ഞത്. തിരിവുകളിൽ കരിങ്കൽ ചില്ലുകൾ വക്കിനടുത്ത് അട്ടിയിട്ടാണ് കൊല്ലിയിലേക്ക് തെന്നിപ്പോകാവുന്ന അപകടം ഒഴിവാക്കിയിരുന്നത്. വെയിൽ മങ്ങിയ വായുവിൽ നേർത്ത കുളിർമ ഊളിയിടാൻ തുടങ്ങിയിട്ടുണ്ട്. മാഷിൻ്റെ ബന്ധുക്കളാരും ഉണ്ടായിരുന്നില്ലേ ഹൈസ്കൂളിൻ്റെ അടുത്ത് അന്ന്? ഉവ്, വകയിലൊരമ്മാവൻ റേഷാപ്പീസിലായിരുന്നു ജോലി. അവിടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നില്ലേ? ഉവ്, ചന്ദ്രിക. മാഷ് ആ കുട്ടിയെ കല്യാണം കഴിക്കുന്ന ഗേൾസിൻ്റെ ഇടയിലൊക്കെ അന്ന് കേട്ടിരുന്നത്. മാസ്റ്റർ ചിരിച്ചു. വെറുതെ. അവളിപ്പോൾ ഏത് നാട്ടിലാവോ? ജീപ്പ് പ്രയാസപ്പെട്ട് കയറുകയായിരുന്നു. ഡ്രൈവർക്ക് പലവട്ടം ഈ വഴി വന്ന പരിചയമുള്ളതുകൊണ്ട് ഒട്ടും പരിഭ്രമമില്ല. ഞാൻ മാറ്റായി പോയ ദിക്കിൽ നിന്ന് ഒരു കത്തെഴുതിയിരുന്നു. ഓർമ്മയുണ്ടോ? അവൾ പതുക്കെ ചിരിച്ചു. എന്നിട്ട് എന്തേ മറുപടി അയക്കാത്തത് എന്ന് ചോദിച്ചില്ല. അകത്തേക്ക് അടിച്ചു കയറിയ പൊടിപടലം കണ്ടപ്പോൾ അവൾ സാരിത്തുമ്പ് തലയിലൂടെ ചുറ്റി മൂക്കുപൊത്തിയിരുന്നു. ഡ്രൈവർ ചുരുട്ടിവെച്ച ടാർപ്പാളിൻ താഴ്ത്തിയിടാൻ നിർദ്ദേശിച്ചു. കെട്ടഴിക്കാൻ പ്രയാസപ്പെട്ടപ്പോൾ വിനു സഹായിച്ചു. മാഷായാലും ആരായാലും വേണ്ടില്ല, എഴുത്തും കുത്തും വേണ്ടാന്ന് പറഞ്ഞു അച്ഛൻ. അവൾ സീറ്റിൽ വന്നിരുന്നത് കുറെ കൂടി അടുത്തായിരുന്നു. മാഷ് തൊഴാൻ വരണ പതിവുണ്ടെങ്കിൽ ഈ സമയത്ത് വരാൻ തോന്നണമെന്ന് വിചാരിച്ചിട്ടാ ഞാൻ. അവൾ നിർത്തി പതുക്കെ ഒന്ന് ചിരിച്ചു.
വരണമെന്ന് വിചാരിക്കണ്ടായിരുന്നു. കത്തിൽ തീയതി കണ്ടപ്പോൾ ശരി പുറപ്പെടാമെന്ന് ഞാനും നിശ്ചയിച്ചു. ഭഗവതി വിളിക്കുമ്പോഴേ വരൂ. നമ്മൾ കണക്ക് കൂട്ടിയിട്ടൊന്നും കാര്യമില്ല സാർ, മാസ്റ്റർ പതുക്കെ മൂളി. കയറ്റം കഴിഞ്ഞ് മുകളിലെത്തിക്കഴിഞ്ഞു. വഴിവക്കിലെ കെട്ടിടം കടന്നപ്പോൾ ഡ്രൈവർ പറഞ്ഞു, PWD കാർ പണി ചെയ്തതാണ്. ഇൻസ്പെക്ഷന് വരുന്ന ഉദ്യോഗസ്ഥന്മാർ പക്ഷേ താമസിക്കാറില്ല. വീണ്ടും താഴേക്കിറങ്ങിയപ്പോൾ ഓടിട്ട ചെറിയ 2 മേൽപ്പുരകൾ കണ്ടു. ഡ്രൈവർ വിളിച്ചു പറഞ്ഞു, അതുതന്നെ ദേവസ്ഥാനം. ഓ, ഇതാണ് കുടജാദ്രി. നമ്മളെത്തി. ചെറിയ അമ്പലത്തിൻ്റെ മുമ്പിൽ ഡ്രൈവർ നിർത്തി. മാസ്റ്റർ ഇറങ്ങി. ഒരു കൊടുമുടി തുടങ്ങുന്നിടത്ത് മുകളിലാണ് നിൽക്കുന്നത്. മുന്നിൽ താഴ്വരകൾ. അകലെ അടിവാരത്തിലെ വയലുകളുടെ തവിട്ടുകള്ളികൾ. വിനോദിനി തുണിസഞ്ചിയും മാസ്റ്ററുടെ തോൽഭാഗം എടുത്തുകൊണ്ട് ഇറങ്ങാൻ തുടങ്ങി. ചവിട്ടുപടിമേൽ കാലുറപ്പിക്കാൻ സാരിത്തുമ്പ് ഒതുക്കി പിടിച്ചപ്പോൾ അടിപ്പാവാടയുടെ അറ്റത്തെ കീറിയ ലേസിൻ്റെ ചിതറിയ അറ്റങ്ങൾ കണ്ടു. താഴെ ചെറിയ കുളത്തിൻ്റെ കരയ്ക്കുള്ള വീട് കാണിച്ച് ഡ്രൈവർ പറഞ്ഞു, അതുതന്നെ ബട്രയുടെ വീട്. അവൻ ഉറക്കെ വിളിച്ചു, ബട്രേ. കുറച്ചപ്പുറത്ത് റോഡിന് താഴെയായി ചെരുവിൽ മറ്റൊരു മേൽപ്പുരയുടെ ഓടുകൾ കാണാം. അത് ശൂദ്രരുടെ. അവിടെയും ചിലർ താമസിക്കും. വീട്ടിൽ നിന്ന് കാവ്യമുണ്ട് തോളത്തിട്ട് ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി വന്നു. വരാം, അയാൾ തന്നെ ആവണം പൂജാരി. താഴ്വരയിലെ കാട്ടിൽ തീ കത്തുന്നത് അപ്പോഴാണ് മാസ്റ്റർ ശ്രദ്ധിച്ചത്. തീ ഡ്രൈവർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തപ്പോൾ അവൻ നിസ്സാരമായി പറഞ്ഞു, ഉണ്ടാവും, വീട്ടിലേക്ക് നടന്നോളി. ഇതുതന്നെ ബട്രേ. വിനുവിൻ്റെ കയ്യിൽ നിന്ന് സഞ്ചി വാങ്ങി. പോവാം. ഒതുക്കുകൾ ഇറങ്ങി കുളത്തിൻ്റെ മേൽക്കരയിലെ വഴിയിലൂടെ നടന്ന് വീട്ടിലേക്കുള്ള പടികൾ കയറി. അമ്പലത്തേക്കാൾ ഉയരത്തിലായിരുന്നു വീട്. വരണം, അകത്ത് വരണം, പൂജാരി ക്ഷണിച്ചു. കോലായിൽ വരിയായി ബെഞ്ചുകൾ ഇട്ടിട്ടുണ്ട്. അകത്തെ വാതിലിനടുത്തായി 2 കസേരകളും. ഇരിക്കണം, ദാ ഇവിടെ ഇരിക്കണം. മാസ്റ്റർ ബെഞ്ചിലിരിക്കാൻ ഭാവിച്ചപ്പോൾ പൂജാരി കസേരയിലേക്ക് കൈ കാണിച്ചു. ആദ്യമായിട്ട് വരുന്നതാണോ? അതെ. മാസ്റ്റർ കസേരയിലിരുന്നു. തൊട്ടടുത്തായി വിനോദിനി ബെഞ്ചിലിരുന്നു. ടോൾ ബാഗ് വാങ്ങി താഴെ വെച്ചു. എന്താണിപ്പോൾ കഴിക്കുന്നത്? ചായയോ കാപ്പിയോ? എന്തായാലും മതി. രണ്ടുമുണ്ട്. യാത്രാക്ഷീണം കാണുമല്ലോ. ശുദ്ധമായ വടിവുള്ള മലയാളത്തിലാണ് ബട്രേ സംസാരിക്കുന്നത്. കാപ്പി മതി. അപ്പോൾ വരാന്തയുടെ അറ്റത്തെ മുറിയിൽ നിന്ന് തടിച്ചു കൊഴുത്ത ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി വന്നു. പൂജാരിയെപ്പോലെ തന്നെ നിത്യതൊഴിലാക്കിയ വിടർന്ന ചിരി. അനുജനായിരിക്കണം ചായ കൊണ്ട്. പൂജാരി അകത്തെ വാതിൽക്കലേക്ക് തലയിട്ട് കാപ്പി ഓർഡർ ചെയ്തു. 5 വയസ്സ് തോന്നിക്കുന്ന മുട്ടോളം എത്തുന്ന വലിയ കാലറയിട്ട ഒരാൺകുട്ടി അകത്ത് നിന്ന് വന്ന് പൂജാരിയുടെ അടുത്തായി ചുറ്റിപ്പറ്റി നിന്നു. അനുജൻ തിണ്ണയിലിരുന്ന് ചിരി ചെറുതാക്കി നിലനിർത്തി. അറിയാമെങ്കിലും ചോദിച്ചു, ക്ഷേത്രം ഇതുതന്നെയല്ലേ? അതെ, അസാധാരണമാണ് പ്രതിഷ്ഠ. പഞ്ചമുഖ ഗണപതി, ശിവൻ, ശൈലാധീശ്വരി. വിനോദിനി സംശയം ചോദിച്ചു. ഇത് ആചാരസ്വാമികൾ പ്രതിഷ്ഠിച്ചതാ അല്ലേ? അല്ല, യുഗാരംഭകാലം തൊട്ട് ഉണ്ടായിരുന്നുവെന്ന് പൂജാരി തിരുത്തി. ആചാര്യൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ അച്ഛൻ ഒക്കെ പറഞ്ഞ വിവരമാണെന്നും കൂടി അദ്ദേഹം ഓർമ്മിപ്പിച്ചു. യുഗാരംഭകാലം എന്ന് വെച്ചാൽ പൂജാരിക്ക് അറിയുമോ ആവോ? സ്വാമി, ഇവിടെ എന്തൊക്കെയാണ് കാണാനുള്ളത്? അനുജൻ കുളം ചൂണ്ടിക്കാട്ടി പറഞ്ഞു. അത് നാഗതീർത്ഥമാണ്. കുന്നിൻ ചെരുവിൽ നിന്ന് നീർച്ചാൽ കുളത്തിലേക്ക് ഒഴുകി വീഴുന്നത് കാണാമായിരുന്നു. അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. തീർത്ഥത്തിൻ്റെ പേരായിരിക്കും. കുളിക്കാനൊക്കെ? കുളിക്കാം. സ്ത്രീകൾക്ക് വിഷമമുണ്ടെങ്കിൽ പിന്നിൽ കുളിമുറിയുണ്ട്. തീർത്ഥക്കുളത്തിൽ എണ്ണയും സോപ്പും ഉപയോഗിക്കരുതെന്ന വ്യവസ്ഥയുണ്ട്. കുറച്ച് ഇറങ്ങിച്ചെന്നാൽ വെള്ളച്ചാട്ടമുണ്ട്. അവിടെയും കുളിക്കാറുണ്ട് ചിലർ. സർവജ്ഞപീഠം അടുത്താണ്. അവിടെ നേരെ താഴെയായി വരും ചിത്രമൂല. വിനോദിനി കേട്ടിട്ടുണ്ട്. അവിടെ ഇരുന്നിട്ട് ആചാരസ്വാമി തപസ് ചെയ്തത് അല്ലേ? പൂജാരി കൂടുതൽ ചിരിച്ചു. അതെ, പക്ഷേ അവിടെ ഇറങ്ങിപ്പോകാൻ കുറച്ച് കഷ്ടമുണ്ടാവും നിങ്ങൾക്ക്. ആ, പ്രായമായവർക്ക് കഷ്ടം ജാസ്തി, അനുജൻ വിശദീകരിച്ചു. ഡ്രൈവർ കയറി വന്നു. ജീപ്പിലെ മണ്ണെണ്ണപ്പാട്ടയുടെ കാര്യം പറഞ്ഞു. അനുജൻ ജീപ്പിനടുത്തേക്ക് നടന്നു. ആൺകുട്ടി അയാളുടെ പിറകെ ഇറങ്ങി മുന്നിലേക്ക് ഓടി. വളരെ ചെറിയ സ്റ്റീൽ ടംബ്ലറുകളിൽ കാപ്പി വന്നു. വിളറിയ മുഖമുള്ള നിറച്ച പച്ച സാരിയുടുത്ത ഒരു ചെറുപ്പക്കാരി. ഡ്രൈവർക്കും അവർ തട്ടിൽ ഒരു ഗ്ലാസ് കരുതിയിരുന്നു. വളരെ കാലത്തിന് ശേഷമാണ് മധുരമിട്ട കാപ്പി കുടിക്കുന്നത്. ഒരു ഗ്ലാസ് കാപ്പി കൂടി ചോദിക്കണോ എന്ന് മാസ്റ്റർ സംശയിച്ചു. ഇവിടെയെല്ലാം താഴെ നിന്ന് വരണം. വെള്ളവും വിറകും മാത്രമേ ഇവിടെ കിട്ടുകയുള്ളൂ.
ജീപ്പോ വാഹനമോ വരാത്തപ്പോഴോ? അയാൾ പോകും, അനുജൻ. ചെറിയ സാധനങ്ങൾ അയാൾ കൊണ്ടുവരും. ഘനമുള്ളതാവുമ്പോൾ കൂലിക്കാരൻ വേണം. കുട്ടി ഓടിക്കൊണ്ട് തിരിച്ചു വന്നു. മകനാണോ? അതെ. ഇവിടെ പഠിക്കാനൊക്കെ? പ്രശ്നമുണ്ട്, ഭാര്യ വീട്ടിൽ നിർത്തേണ്ടി വരും. ഭാര്യ വീട് കർണാടിനടുത്താണ്. നമ്മുടെ നാടും അതുതന്നെ. പുറത്തിറങ്ങുമ്പോൾ ഡ്രൈവർ പറഞ്ഞു. സന്ധ്യയ്ക്ക് മുൻപേ സ്ഥലങ്ങൾ കണ്ടുവരുന്നതാണ് നല്ലതെന്ന് ഭട്രെ നിർദ്ദേശിച്ചു. സന്ധ്യയ്ക്ക് ക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യാം. വഴിപാടുകളുടെ പേരുകളും പ്രത്യേകതകളും അതിന് വരുന്ന ചെലവും പറഞ്ഞു. പണം ഇപ്പോൾ തന്നെ വേണോ? തന്നാൽ നല്ലത്. മാസ്റ്റർ 25 ഉറുപ്പിക ഏൽപ്പിച്ചു. വേണ്ടതെന്താച്ചാൽ ചെയ്താൽ മതി സ്വാമി. പിന്നീട് എന്തോ ഓർമ്മിച്ച് വിനോദിനിയോട് ചോദിച്ചു. പ്രത്യേകമായിട്ട് വല്ലതും നേർന്നിട്ടുണ്ടോ? ഒന്നുമില്ല. ബാഗും തുണിസഞ്ചിയും അകത്തു കൊണ്ടുവയ്ക്കാൻ ഭട്രെ തന്നെ ഏറ്റെടുത്തു. മാസ്റ്റർ എഴുന്നേറ്റു. വന്ന സ്ഥിതിക്ക് ഒക്കെ ഒന്ന് കാണാം. അവളുടെ അടുത്ത് നിന്ന് നോക്കിയപ്പോഴാണ് ശ്രദ്ധിച്ചത്. ചെവിക്ക് മുകളിൽ ഞാഞ്ഞു കിടക്കുന്ന മുടി മഞ്ഞയല്ല, ശരിക്കും നരച്ചത് തന്നെ. ഭട്രെ വീണ്ടും ഭാര്യയെ വിളിച്ചു. അവരുടെ കൂടെ വിനോദിനി അകത്തെ കുളിമുറിയിലേക്ക് പോയി. ഇളം തണുപ്പ് കുറേശ്ശെയായി വർദ്ധിക്കുന്നുണ്ട്. രാത്രി വലിയ തണുപ്പുണ്ടോ സ്വാമി? ഇത് ഉഷ്ണകാലമല്ലേ? ഡിസംബർ ജനുവരി മാസങ്ങളിൽ നല്ല ശൈത്യം. അപ്പോൾ നമ്മുടെ സ്ഥലം? ഒറ്റപ്പാലം എന്ന് പറയും. കേരളക്കാരാണ് ഇവിടെ വരുന്നവരധികവും. മണ്ണെണ്ണപാത്രമായി വന്ന അനുജനെ വഴി കാട്ടാൻ കൂടെ അയക്കാം. അയാൾ വന്നപ്പോൾ സിഗരറ്റിൻ്റെ മണമുണ്ടായിരുന്നു. വിനോദിനി വന്നു. മുടിയൊന്ന് ഒതുക്കി കെട്ടിയിട്ടുണ്ട്. നരച്ച ചുരുളുകൾ ഇപ്പോൾ വീണ്ടും മഞ്ഞയ്ക്കകത്ത് കയറി ഒളിച്ചിരിക്കുന്നു. അനുജൻ പൂജാരിയുടെ പിറകെ അമ്പല പരിസരത്തിൽ നിന്ന് കാട്ടുവഴിയിലേക്ക് കയറി. ഭട്രെ പിറകിൽ നിന്ന് എന്തോ വിളിച്ചു പറഞ്ഞു. നോക്കുമ്പോൾ മകൻ അവരുടെ അടുത്തേക്ക് ഓടി വന്നു. അവനെ ശാസിച്ചതായിരിക്കും. അവനെ പിന്തിരിപ്പിക്കാൻ അനുജനും ശ്രമിച്ചു. കുട്ടി അവരെ കാത്തു നിൽക്കാതെ ചിരിച്ച് കാട്ടുവഴിയിലൂടെ മുന്നിൽ ധൃതിയിൽ നടന്നു. കാടിനകത്ത് കരിഞ്ഞ പുൽമേട്. പഴയ ഒരു പാർപ്പിടത്തിൻ്റെ അവശിഷ്ടമായി പൊളിഞ്ഞ ചുമരുകൾ കാട്ടിൽ കണ്ടപ്പോൾ അന്വേഷിച്ചു. ഇതൊക്കെ മുമ്പ് ചിലർ താമസിച്ചിരുന്നു. എന്തിന്? ധ്യാനം, തപസ്. വിനോദിനി ചോദിച്ചു. ഇപ്പോൾ ആരെങ്കിലും തപസ് ചെയ്യണവരുണ്ടോ? ഉണ്ടാവും. വേനൽക്കാലത്ത് പലരും വരും. വഴികാട്ടിയായ ഭട്രെ അവർ ഒപ്പമെത്താൻ നിന്നു. മാസ്റ്റർ കിതച്ചു തുടങ്ങി. ഒച്ചയോടെ ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ പതുക്കെ കയറി. ആകെ വിയർപ്പിൽ മുങ്ങിയത് കണ്ട് വിനോദിനി ചോദിച്ചു. മാഷ്ക്ക് വയ്യേ? സാരല്ല. അടുത്താണ് എന്ന് പൂജാരി കൈ ചൂണ്ടിയപ്പോൾ വഴി ഇത്ര അപകടമുള്ളതാണെന്ന് കരുതിയില്ല. കയറാൻ പ്രയാസമുണ്ട്. വയ്യെങ്കിൽ വേണ്ട, മടങ്ങാൻ സർ. സാരല്ല, പോവാം. ശ്വാസം കിട്ടുന്നില്ല. വിനോദിനിയും കിതച്ച് കഷ്ടപ്പെടുന്നുണ്ടെന്ന് കണ്ട് മാസ്റ്റർ ചിരിച്ചു. പൂജാരിയുടെ കുട്ടി കുറെ മുന്നിലേക്ക് ഓടും, നിൽക്കും. വഴികാട്ടി പറഞ്ഞു. കുട്ടികൾക്ക് എളുപ്പം, പ്രായമായവർക്ക് കഷ്ടം. വടികുത്തി നടന്നാൽ കുറച്ച് സൗകര്യം. അയാൾ കാട്ടിൽ നിന്ന് 2 കമ്പുകൾ ഒടിച്ച് വടിയുണ്ടാക്കി. അയാൾ പറഞ്ഞത് ശരിയാണ്. മുമ്പ് ശബരിമല യാത്രയിൽ ആദ്യം വേണ്ടെന്ന് പറഞ്ഞെങ്കിലും പിന്നെ വടികുത്തിയാണ് കയറിയത്. ചെറിയ പൂജാരി കൊണ്ടുവന്ന കമ്പുകൾ 2ഉം വിനു വാങ്ങി ഒന്ന് മാസ്റ്റർക്ക് നീട്ടി. വടികുത്തി 4-5 അടി കയറി നിന്നു. വിനോദിനി ചിരിച്ചു. ഇപ്പോഴേ ശരിക്ക് തീർത്ഥാടനമായുള്ളൂ അല്ലേ സാർ? വീണ്ടും വഴി തിരിയുന്നിടത്ത് ഒരു ഗുഹ കണ്ടു. പുറത്ത് കുറച്ച് വിറകും ഒരു പഴയ ഡാൽഡ ടിന്നും കണ്ടു. മാസ്റ്റർ ചോദിച്ചു. സ്വാമി, അതിലാളുണ്ടോ? ഈയിടെ വന്ന ആരോ ഉണ്ട്. ജിജ്ഞാസ വിനുവിൻ്റെ മുഖത്തും കണ്ടു. വഴിയിൽ നിന്ന് 10 അടി വലത്തോട്ട് നടന്നാൽ ഗുഹയാണ്. ആരാണതിൽ? കാവിമുണ്ട് ചുറ്റിയ ഒരാൾ അകത്ത് ധ്യാനിച്ചു കൊണ്ടിരുന്നു. മുന്നിൽ ഒരു ചെറിയ നിലവിളക്ക് കത്തുന്നു. 50-ലേറെ പ്രായമുണ്ടാവില്ല എന്ന് മാസ്റ്റർ കണക്കുകൂട്ടി. ഗുഹയുടെ മുന്നിൽ വന്നവരെ നോക്കി അയാൾ നിശബ്ദമായ ജപം നിർത്തി. വിളക്കിലേക്ക് കുറച്ച് എണ്ണയൊഴിച്ചു. സ്വാമിയുടെ സ്ഥലം എവിടെയാണാവോ? മാസ്റ്റർ അന്വേഷിച്ചു. കോഴിക്കോടടുത്ത്. പിന്നെ എന്ത് ചോദിക്കാം? വിനോദിനിയുടെ സംശയം. ഭക്ഷണത്തിനൊക്കെ എന്തു ചെയ്യും? വല്ല ഉപ്പുമാവും ഉണ്ടാക്കി കഴിക്കും. പകുതി നിറച്ച് താടി ചൊറിഞ്ഞുകൊണ്ട് സന്യാസി പറഞ്ഞു. മാസ്റ്റർ വഴികാട്ടിയോട് ചോദിച്ചു. ഈ കാട്ടിൽ മൃഗങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അത്യാവശ്യമുണ്ട്. സന്യാസിയുടെ ഗുഹയ്ക്കകത്ത് നോക്കി. 2-3 പഴയ ചട്ടയില്ലാത്ത സ്തോത്ര പുസ്തകങ്ങൾ. ഒരു തട്ടിൽ കുങ്കുമം. രാത്രി മൃഗങ്ങളുടെ ശല്യം ഉണ്ടാവുമോ? സന്യാസി പതുക്കെ ചിരിച്ചതേയുള്ളൂ. വഴിമാറി ഗുഹ കാണാൻ വന്നത് ചെറിയൊരു വിശ്രമം കൂടിയായിരുന്നു. അവർ വീണ്ടും നടത്തം തുടർന്നു. ഇനി എത്രയുണ്ട്? വീണ്ടും കിതയ്ക്കാൻ തുടങ്ങി. മാഷ് കുറച്ചിരുന്നോളൂ. 7 വയസ്സിൻ്റെ ആനുകൂല്യമുണ്ടെങ്കിലും വിനോദിനിയും വല്ലാതെ പരവശയായിട്ടുണ്ട്. ഇരിക്കാൻ ഒരിടം നോക്കുമ്പോൾ വഴികാട്ടി പറഞ്ഞു. ഇരുന്നാൽ പിന്നെ എഴുന്നേൽക്കാൻ കഷ്ടം. വയ്യെങ്കിൽ മടങ്ങാൻ സാർ.
വിനോദിനി അടുത്തേക്ക് വന്നു. അത് തോറ്റുകൊണ്ടുള്ള മടക്കമാവും. വേണ്ട. എല്ലുകളിൽ വിറ തോന്നുന്ന കാലുകൾ വലിച്ചു വെച്ച് നടന്നു. ഇനി അധികം കഷ്ടമില്ല എന്ന് ഇടയ്ക്കിടെ വഴികാട്ടി പറഞ്ഞുകൊണ്ടിരുന്നു. വീണ്ടും കാട് അവസാനിച്ച് ഒരു പുൽമേട്. താഴെ താഴ്വരയുടെ അകലങ്ങളിൽ ഏതോ ഗ്രാമത്തിൻ്റെ മേൽപ്പുരകൾ കാണാം. എത്തിക്കഴിഞ്ഞു. വഴി അവസാനിക്കുന്നിടത്ത് വൃത്താകൃതിയിലുള്ള കരിങ്കൽ കെട്ട് കണ്ടു. അതുതന്നെയാവണം സർവജ്ഞപീഠമെന്ന് പൂജാരി പറഞ്ഞു. അതിനടുത്തെത്താനുള്ള നടത്തം സമനിരപ്പായതുകൊണ്ട് എളുപ്പമായിരുന്നു. സർവജ്ഞപീഠം കയറിയത് കാശ്മീരിലല്ലേ സർ? അതെ, ഇവിടെ ഇരുന്ന് ധ്യാനിച്ചു. പിന്നീട് ആ സ്ഥാനത്ത് ആരോ പണി ചെയ്തതാണ്. വഴികാട്ടി അത് കേട്ട് തിരുത്താതിരിക്കാൻ പതുക്കെ അവളോട് മാത്രമായി പറഞ്ഞു. കരിങ്കൽ കെട്ടിൻ്റെ ചുവട്ടിലെത്തി ഒതുക്കുപടിമേൽ ഇരുന്ന് പിന്നിൽ കൈകൾ ഊന്നിയപ്പോൾ അല്പം ആശ്വാസം. ഹൗ, വയ്യ. വിനോദിനിയും ഇരുന്നു. ഇതിൻ്റെ മുമ്പിലിരുന്ന് ഒരു ഫോട്ടോ എടുക്കേണ്ടതായിരുന്നു സർ, നമ്മുടെ രണ്ടാളുടെ. മാസ്റ്റർ ഒരു പടി കൂടി ഇറങ്ങിയിരുന്നു. പിന്നിലേക്ക് തല ചായ്ച്ചു. ശ്വാസം ഒന്ന് നേരെയാവട്ടെ. പഴയ ഒരു ഫോട്ടോ മാഷുടെ സെൻഡ് ഓഫിൻ്റെ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ഉവ്, അത് വീട്ടിലും ഉണ്ടായിരുന്നു. പിന്നീട് വീട്ടിൽ പല വൃത്തിയാക്കലുകളും നടന്നതിനിടയ്ക്ക് ഫ്രെയിം ചെയ്തു വച്ചിരുന്ന പല ഫോട്ടോകളും കാണാതായി. ആളുകൾ വന്ന് കയറുന്നിടത്ത് തന്നെ ചുവരിൽ പുഴു തിന്ന ഫോട്ടോകൾ വേണ്ടെന്ന് വെച്ചത് രാധികയാണ്. പൂമുഖത്തിൻ്റെ മുകളിൽ ഒരു മുറി കൂടി പണി ചെയ്ത കാലത്ത്. മാഷ് അന്ന് ബ്രൗൺ ഡോട്ട്സുള്ള ഒരു ഷർട്ടാണ് ഇട്ടിരുന്നത്, എനിക്ക് ഓർമ്മയുണ്ട് അല്ലേ? മാസ്റ്റർ ചിരിച്ചു. ക്രീം നിറത്തിലുള്ള പാൻറ്, മുകളിലേക്ക് മുടി ചീകി വയ്ക്കുന്ന കാലം. വിനുവിൻ്റെ ഡ്രസ്സ് എന്തായിരുന്നു എന്ന് എനിക്കും. അത് വെറുതെ. ചിരിച്ചപ്പോൾ വീണ്ടും ഉണങ്ങിയ ഈ രൂപത്തിൻ്റെ സ്ഥാനത്ത് മുടി രണ്ടായി പിന്നിയിട്ട പെൺകുട്ടി വന്നു നിന്നു. വയലറ്റ് നിറത്തിലുള്ള ഒരു ഹാഫ് സാരി, അതെനിക്കും അസ്സൽ ഓർമ്മയുണ്ട്. വിനോദിനി വീണ്ടും ചിരിച്ചു. ശരിയാണ്, എനിക്കും ഓർമ്മയുണ്ട്. അവളെ നോക്കിയിരിക്കെ വർഷങ്ങൾ വെളിയടകൾ പോലെ പെട്ടെന്ന് അടർന്നു വീണു. രണ്ടായി പിന്നിയിട്ട മുടി, ഒരു വശത്ത് ഒരു കടും ചുവപ്പുള്ള പനിനീർപ്പൂ, വെള്ളാരം കണ്ണുകളിൽ കൺമഷിയുടെ കലക്കം. സ്വർണ്ണ ചങ്ങല കടിച്ച് മുഖം താഴ്ത്തി നിൽക്കുമ്പോൾ മഞ്ഞ നിറമുള്ള ജാക്കറ്റ് ഉലച്ച് പ്രായത്തിന് നിരക്കാതെ ഉയരുന്ന അഹങ്കാരം. വിയർപ്പിൽ കുതിർന്ന നരച്ച മുടികൾ ചെവിക്ക് പിന്നിൽ ഒതുക്കി വിനോദിനി ഒരു പുല്ലു വിറച്ചെടുത്ത് വെറുതെ അതിൻ്റെ കരിഞ്ഞ കതിരിൽ ഊതിക്കൊണ്ടിരുന്നു. ഈശ്വര, എത്ര വേഗ കൊല്ലങ്ങൾ പോണ് അല്ലേ? അവൾ പതുക്കെ ഒന്ന് നെടുവീർപ്പിട്ടു. കുട്ടി പിന്നാലെ പടവുകൾ കയറി പീഠത്തിൻ്റെ മുകളിലെത്തിയിരുന്നു. പൂജാരി പിന്നിൽ നിന്ന് വന്നു. ചിലർ പീഠത്തിൻ്റെ മുകളിൽ കയറി ധ്യാനിച്ചിരിക്കാറുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചു. വയ്യ, ഇവിടെ ഇരിക്കട്ടെ കുറച്ചു നേരം. വിനു വേണമെങ്കിൽ കയറി നോക്കൂ. എന്തൊരു ദാഹമാണ്, കുറച്ച് വെള്ളം കിട്ടുമോ സ്വാമി? അടുത്തൊന്നും വീടോ കിണറോ ഇല്ല. ഗുഹയിലെ സന്യാസിയുടെ കൈവശം നല്ല വെള്ളമുണ്ടായിരുന്നു എന്ന് വിനു ഓർമ്മിപ്പിച്ചു. ദാഹം തോന്നിയെങ്കിലും അപ്പോൾ ചോദിച്ചില്ല. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സാരല്ല, മടക്കത്തിന് കുടിക്കാൻ സ്വാമി. ദാഹം സഹിക്കണം. വേണ്ട നേരത്ത് ചോദിക്കാൻ തോന്നിയില്ല. മുകളിൽ നിന്ന് കുട്ടി എന്തോ വിളിച്ചു പറഞ്ഞത് കേട്ടു. പൂജാരി മറുവശത്തേക്ക് നടന്നു. അവൾ തല താഴ്ത്തി എന്തോ ഓർമ്മിച്ചു കൊണ്ടിരുന്നു. മാഷ് താമസിക്കുന്നിടത്തേക്ക് ഒരു ദിവസം വിളിച്ചില്ലേ? ഇപ്പോഴും അതിൽ വേറെ ഒരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു എന്ന് സമ്മതിക്കാൻ മടി തോന്നി. ഉവ്വോ, ഉവ്, ഓർമ്മിക്കുന്നതായി ഭാവിച്ചു. എന്നിട്ട് അവിടെ വന്നിട്ടില്ലല്ലോ? വന്നില്ല. അവൾ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു. വരണമെന്നുണ്ടായിരുന്നു, പിന്നെ ഒരു പേടി. അവൾ ഒതുക്കുകൾ കയറി താഴത്തെ ഇരുട്ട് മൂടിക്കിടക്കുന്ന തളത്തിൻ്റെ അകത്തേക്ക് നോക്കി പറഞ്ഞു. ഇവിടെ പ്രതിഷ്ഠയൊന്നുമില്ല. തപസ് ചെയ്യാൻ വരണവർക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിലിരിക്കാം. ലോഡ്ജിലെ അധ്യാപകരോടൊപ്പം ഒരു മുഹറം ഒഴിവിന് പുതിയ അണക്കെട്ടും പൂന്തോട്ടവും കാണാൻ പോയിരുന്നു. പുതിയ ഒരു അതിഥി മന്ദിരം ഗവൺമെൻറ് പണി കഴിപ്പിച്ച ഉടനെയായിരുന്നു. തോട്ടത്തിൽ സന്ധ്യയ്ക്ക് വർണ്ണവിളക്കുകൾ തെളിയും. തമിഴ്നാട്ടിൽ നിന്ന് മധുവിധുവിന് ചെറുപ്പക്കാർ അവിടേക്ക് വന്നു തുടങ്ങിയിരുന്നു. നവദമ്പതികൾ എന്ന ഭാവത്തിലല്ലാത്തവരും. മുറികളുടെ വാടക ചോദിച്ചറിഞ്ഞു. കാറില്ലാതെയും വരാമെന്ന് കണ്ടെത്തി. മടങ്ങിപ്പോയ ശേഷം അതൊരു സ്വകാര്യ സ്ഥാപനമായി താലോലിച്ച് പല ദിവസം നടന്നു. പല കണക്ക് കൂട്ടലുകളും നടത്തി നോക്കി. അവിടെ ഒരു മുറി, വർണ്ണവിളക്കുകളും ജലധാരയും കാണുന്ന ഒരു മുറിയിൽ മറ്റൊരാൾ കൂടി. മനസ്സിൽ സ്ത്രീയുടെ നഗ്നതയുടെ ചിത്രങ്ങൾ പലതും വരച്ച രാത്രികൾ. മാഷക്ക് ഹാർട്ടിനൊന്നും തകരാറില്ലല്ലോ? ഞാനത് ചോദിക്കാൻ വിട്ടു. വിനോദിനി വീണ്ടും അടുത്തെത്തി. ഇല്ല, ഇതുവരെ ഉപദ്രവമില്ല. മാസ്റ്റർ എഴുന്നേറ്റു. അവർ കരിങ്കൽ കെട്ടിൻ്റെ പിന്നിലേക്ക് നടന്നു. വിശ്രമം കൊണ്ട് കാലുകളുടെ വിറ നിന്നിരിക്കുന്നു. വഴികാട്ടി മുകളിൽ നിന്ന് ഇറങ്ങി വന്നു. താഴേക്കിറങ്ങുന്ന കുത്തനെയുള്ള ഒറ്റയടി പാത കാണിച്ച് പറഞ്ഞു. ചിത്രമൂലയ്ക്കുള്ള വഴി. അവിടെ എന്താ ഉള്ളത്?
അമ്പലമോ പ്രതിഷ്ഠയോ ഉണ്ടോ എന്നാണ് വിനോദിനിക്ക് അറിയേണ്ടത്. വെറും ഒരു ഗുഹ മാത്രമാണ്, വലിയ ഗുഹ. വരുന്നവരിൽ ചിലർ അവിടെ ധ്യാനിച്ച് രാത്രി കഴിച്ചു കൂട്ടാറുണ്ട്. പക്ഷേ ഇറങ്ങാൻ നിങ്ങൾ വയസ്സായവർക്ക് കഷ്ടം. അതെ, ശരിയാണ്. പ്രായാധിക്യത്തിൻ്റെ ക്ലേശം അയാൾ വഴിക്ക് കണ്ടതാണല്ലോ. കാണേണ്ടതായിരുന്നു സ്വാമി. പക്ഷേ ഇപ്പോൾ വയ്യ. മടക്കയാത്ര വിചാരിച്ചതിലേറെ എളുപ്പമായി തോന്നി. വിയർപ്പാറിയ ശരീരത്തിലൂടെ തണുത്ത ഇളം കാറ്റ് ഉറുമ്മിക്കൊണ്ട് കടന്നു പോകുമ്പോൾ ഒരു സുഖം. വടി കുത്തിക്കൊണ്ട് വിനോദിനിയുടെ ഒപ്പം തന്നെ നടന്നു. വാനപ്രസ്ഥത്തിൻ്റെ തുടക്കമാണിതെന്ന് തോന്നി. ഒരിക്കലും വലിയ ഭക്തനായിരുന്നില്ല. എന്നാലും എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളിലും ഇങ്ങനെ സഞ്ചരിക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ആലോചിച്ചുപോയി. ചെറുപ്പത്തിൽ അമ്പലങ്ങളുടെ പടിക്കൽ കാവ്യവസ്ത്രവും ഭിക്ഷാപാത്രവുമായി ഇരിക്കുന്ന അഗതികളുടെ അരികെ നിന്ന് അവരുടെ സംഭാഷണം കേൾക്കുന്നത് ഒരു വിനോദമായിരുന്നു. അവരെ ശ്രദ്ധിക്കുകയാണെന്ന് തോന്നാത്ത വിധം. ചെറിയ കലഹങ്ങൾ, വലിയ സംതൃപ്തിയുടെ നിമിഷങ്ങളുടെ ഓർമ്മക്കുറിപ്പുകൾ, യാത്രാനുഭവങ്ങൾ. അപ്പോൾ വളരെ നിഗൂഢമായ ഒരു അസൂയ തോന്നിപ്പോകും അവരോട്. B.Ed കഴിഞ്ഞാലും ഗ്രാജുവേറ്റ് സ്കെയില് തരണമെന്നൊന്നുമില്ല സർ. പണം കൊടുക്കാൻ റെഡിയായിട്ട് വേറെ എത്രയോ ആളുണ്ടാവും. ഇനി എത്ര കാലമുണ്ട് സർവീസ്? 58 വരെ വർക്ക് ചെയ്യാം. അപ്പോൾ ഇനി 3-4 കൊല്ലം കൂടി ഉണ്ടാവും. വയസ്സ് പറഞ്ഞില്ല. PFും ഗ്രാറ്റുറ്റിയും ഒക്കെ തരില്ലേ? അതൊന്നുമില്ല സാർ. ഇതെന്തൊരു ഏർപ്പാടാണ്. മാസ്റ്റർക്ക് സ്കൂൾ നടത്തുന്ന അസോസിയേഷൻകാരോട് വല്ലാത്ത വെറുപ്പ് തോന്നി. ശമ്പളം 300 ഉറുപ്പിക. ഏജ് ബാറൊക്കെ കഴിഞ്ഞിട്ടല്ലേ സാർ ഞാൻ ചേർന്നത്. ഒരു സംഘം തീർത്ഥാടകർ അവർക്കെതിരെ വന്നു. ചെറുപ്പക്കാരാണ്, ആണും പെണ്ണുമുണ്ട്. വിദ്യാർത്ഥികളാവില്ല. അതിലും മുതിർന്നവർ. ചുമലിൽ ട്രാൻസിസ്റ്റർ, ഒരാൾക്ക് ക്യാമറ, 2 പേരുടെ കൈവശം വലിയ ഫ്ലാസ്ക്. പരീക്ഷ എഴുതാൻ ചിദംബരത്ത് പോകണം. അണ്ണാമല യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷയാണ്. കാര്യമുണ്ടായിട്ടല്ല, എന്നാലും നോക്കാം. പരീക്ഷ എഴുതാതിരിക്കണ്ട. മനസ്സിൽ അപ്പോൾ പെട്ടെന്നൊരു കണക്കുകൂട്ടൽ നടത്തി. മടക്കയാത്രയ്ക്ക് ആവശ്യമുള്ളതും ജീപ്പുകാരൻ്റെ ബാക്കിയും ഒക്കെ കഴിഞ്ഞ് എത്ര മിച്ചമുണ്ടാവും കയ്യിൽ. അവൾ പിന്നെ സംസാരിച്ചില്ല. സന്യാസി ധ്യാനിച്ചിരുന്ന ഗുഹയുടെ അടുത്തെത്തുന്നത് വരെ. അയാളുടെ കയ്യിൽ വെള്ളമുണ്ട്, വാങ്ങണോ? വേണ്ട, ഇപ്പോഴത്ര ദാഹമില്ല. താഴെ എത്തിയിട്ട് മതി. സാവധാനത്തിലുള്ള ഇറക്കമാണ്. അത്ര ക്ലേശകരമായി തോന്നിയില്ല. വടിയിലേക്ക് ശരീരത്തിൻ്റെ ഭാരം ഊന്നിക്കൊണ്ട് നടന്നു. ഇത്ര ദൂരമുണ്ടെന്ന് ഞാനും കരുതിയില്ല. എന്നാലും സർവജ്ഞപീഠം കണ്ടുവെന്നെങ്കിലും പറയാലോ ഇനി നമ്മൾക്കും, അല്ലേ? വിനോദിനി ചിരിച്ചു. വിചാരിച്ചതിലും വേഗത്തിൽ അമ്പലമുറ്റത്തെത്തി. ചെറിയ അമ്പലത്തിൻ്റെ പടിമേലിരുന്ന് കുറേ വെള്ളം കുടിച്ചു. കറുക്കാൻ തുടങ്ങിയ കാട്ടിൽ തീയെരിയുന്ന വര കൂടുതൽ ചുവന്ന് തെളിഞ്ഞിരിക്കുന്നു. ഇത് കെടുത്താൻ ഫോറസ്റ്റുകാരൊന്നും ചെയ്യില്ലേ സ്വാമി? ഉഷ്ണകാലത്ത് പതിവാണ്, വിനോദിനി പതുക്കെ പറഞ്ഞു. എനിക്കൊന്ന് കുളിക്കേണ്ടിയിരുന്നു. കുട്ടിയെ വീട്ടിനകത്തേക്ക് തുണയായി അയച്ചു. പൂജയ്ക്കുള്ള പട്ടുടുത്ത ജ്യേഷ്ഠനും മുണ്ഡനം ചെയ്ത ശിരസ് ചേല കൊണ്ട് മറച്ച വൃദ്ധയും ഒരുക്കുപാത്രങ്ങളുമായി ക്ഷേത്രത്തിലേക്ക് കടന്നു. കുട്ടി ബാഗുമായി ഓടി വന്ന് അത് മാസ്റ്ററുടെ അരികെ വെച്ച് നിർത്തിയിട്ട ജീപ്പിനടുത്തേക്ക് ചെന്ന് ഡ്രൈവറോട് എന്തോ തർക്കിക്കാൻ തുടങ്ങി. വീണ്ടും പാട്ടും ചെണ്ടമേളവും സംഭാഷണവുമൊക്കെയുള്ള കാസറ്റ് പ്രവർത്തിക്കാൻ തുടങ്ങി. അനുജൻ പൂജാരി പറഞ്ഞു, യക്ഷഗാന? ഓ, കേട്ടിട്ടുണ്ട്. അതെ, ഇപ്പോൾ മനസ്സിലാവുന്നു. രാവണൻ്റെ ഒരു വെല്ലുവിളിയാണ്. തീർത്ഥകുളത്തിൽ ആഴമില്ലെങ്കിലും വഴുക്കുന്നത് സൂക്ഷിക്കണമെന്ന് അയാൾ നിർദ്ദേശിച്ചു. ആഴമില്ലെങ്കിലും ഏത് വേനൽക്കാലത്തും ഇവിടെ വെള്ളമുണ്ടാവുമെന്നതാണ് അതിൻ്റെ വിശേഷമെന്നും. മുട്ടിന് വെള്ളമേ ഉള്ളൂ. മീനുകൾ കാലിൽ കൊത്തിവലിക്കാൻ പറ്റിയ പഴുതുകളുണ്ടോ എന്ന് നോക്കി തിരക്കി നടക്കുന്നുണ്ട്. വെള്ളത്തിന് നല്ല തണുപ്പുണ്ടായിരുന്നു. മേൽക്കഴുകൽ തന്നെ വേണ്ടെന്ന് വെച്ചാലോ എന്ന് ഒരു നിമിഷം സംശയിച്ചു. നീണ്ടു നിവർന്ന് കിടന്ന് ശബ്ദത്തോടെ 6-7 വട്ടം മുങ്ങിയ ചെറിയ പൂജാരി കൂട്ടിനൊരാളാവട്ടെ എന്ന് വെച്ചാണ് അവിടെ കുളിക്കുന്നത്. തല നനയാതെ മേൽക്കഴുകി. അമ്പലത്തിൻ്റെ അടുത്ത് കാട്ടുചില്ലകൾ കൊണ്ട് മുമ്പെന്നോ ഉണ്ടാക്കിയ പന്തലിൻ്റെ വാരിയിൽ നനച്ചത് ഉണക്കാനിട്ടു. കാവ്യമുണ്ട് മാറ്റിയുടുത്ത് ബാഗിൽ ഭാഗ്യത്തിന് കരുതിയ സാൽവ പുതച്ചപ്പോൾ ക്ഷീണമില്ല, നല്ല ഉന്മേഷം. രാധികയുടെ ഭർത്താവ് വന്നപ്പോൾ തന്ന സാൽവ ഫ്ലാനലായതുകൊണ്ട് ചൂടുണ്ട്. മുകളിലെവിടെയോ ഉണ്ടെന്ന് പറഞ്ഞ വെള്ളച്ചാട്ടത്തിൽ കുളിച്ചു വരുന്നവരുടെ ഒരു സംഘം അമ്പലത്താഴത്തു കൂടെ കടന്ന് ക്ഷുദ്രൻ്റെ വീടിൻ്റെ നേർക്കിറങ്ങിപ്പോയി. വീട്ടുവരാന്തയിൽ ഒരു പാനീസ് വിളക്ക് തെളിഞ്ഞു. അവിടെ എന്നും തിരക്കാണ്. വസ്ത്രം മാറി വന്ന ചെറിയ പൂജാരി മാസ്റ്റർ താഴേക്ക് പോകുന്നവരെ നോക്കി നിൽക്കുമ്പോൾ പറഞ്ഞു. അമ്പലവാതിക്കൽ നിന്ന് ഒരു വൃദ്ധ വിളിച്ചു, ശങ്കര. അയാൾ പോകുമ്പോൾ പറഞ്ഞു, പൂജയുടെ സമയമായി തുടങ്ങി. ഭാര്യ വന്നില്ലേ? മാസ്റ്റർ തിരുത്തിയില്ല. കുളി കഴിഞ്ഞ് വിനോദിനി വന്നു.
അവൾ ഉള്ളപ്പോഴാണ് അയാളത് പറഞ്ഞിരുന്നതെങ്കിലോ? ആലോചിച്ചപ്പോൾ തമാശ തോന്നി. മണിയടി കേട്ടപ്പോൾ ഡ്രൈവർ യക്ഷഗാനം നിർത്തി. അവൾ അടുത്തു വന്നപ്പോൾ സാരി മാറ്റി മുണ്ടും വേഷ്ടിയുമാക്കിയത് ശ്രദ്ധിച്ചു. പൂജ തുടങ്ങി. സമയമായാൽ വിളിക്കാം. നേർത്ത മഞ്ഞിൻ പടലങ്ങൾ താഴ്വരയിൽ നിന്ന് വൃക്ഷത്തലപ്പുകളെ മറച്ചു കഴിഞ്ഞു. ആരോ ചുവന്ന പട്ട് വീശി ഉണക്കുന്നത് പോലെ കാട്ടുതീയിൻ്റെ ജ്വാലകൾ പുളഞ്ഞു. കൊല്ലൂരിൽ നിന്ന് ഏകാഗ്രമായ ധ്യാനത്തിന് ഇടം തേടി ഈ മലകളിൽ ആചാര്യൻ എത്തിയതിൽ അത്ഭുതമില്ല. രാത്രി ഇവിടെ കഴിയണമെന്ന് അടികൾ ഉപദേശിച്ചത് വെറുതെയല്ല. ഇപ്പോൾ കാറ്റ് നിന്നിരിക്കുന്നു. നിശ്ചലം, ശാന്തം. പേടിപ്പെടുത്തുന്ന ഏകാന്തതയല്ല. ചേർത്തു പിടിച്ച് നീ ഒന്നുമല്ല എന്ന് നിശബ്ദം ശാസിക്കുന്ന അദൃശ്യമായ ഏതോ സാന്നിധ്യമുണ്ട് അരികെ എന്നും തോന്നിപ്പോയി. അവളും എന്തോ ഓർത്ത് താഴ്വരയിലേക്ക് നോക്കി നിൽക്കുന്നു. ക്ഷേത്രവാതിൽക്കൽ തല കാട്ടി ചെറിയ പൂജാരി വരാൻ ആംഗ്യം കാട്ടി. മാസ്റ്റർ പറഞ്ഞു, വരൂ, തൊഴാം. അകത്ത് ശ്രീകോവിലിൻ്റെ മുന്നിൽ ഇടതുവശത്തായി ഇരിക്കാൻ പൂജാരി ആംഗ്യം കാട്ടി. പഞ്ചമുഖ ഗണപതിക്കും ശിവനും ശൈലാധീശ്വരിക്കും ആരതി ഒഴിയുമ്പോൾ തൊഴുതു. വിനോദിനി നീണ്ടു നിവർന്ന് കിടന്ന് സാഷ്ടാംഗം നമസ്കരിച്ചു. പേര്? മാസ്റ്റർ പേര് പറഞ്ഞു രണ്ടാളുടെയും. നാള്? ഉത്രം. ഇവിടെ വിശാഖം. അത്ഭുതത്തോടെ അവളുടെ കണ്ണുകൾ തൻ്റെ നേർക്ക് നീണ്ടുവരുന്നത് കാണാത്ത പോലെ തൊഴുതു നിന്നു. പൂജാരി മന്ത്രങ്ങൾ ചൊല്ലി. അതിൽ കരുണാകരനും വിനോദിനിയും ഉത്രവും വിശാഖവും ഒക്കെ ഉൾപ്പെട്ടിരുന്നു. നമസ്കരിക്കാം. സാഷ്ടാംഗം വീണ് തൊഴുന്ന അവളുടെ അടുത്തായി മുട്ടുകുത്തി മാസ്റ്റർ നമസ്കരിച്ചു. സർവാഭീഷ്ട സിദ്ധിക്ക് വേണ്ടി, സമ്പൽ സമൃദ്ധിക്ക് വേണ്ടി, ആയുരാരോഗ്യത്തിന് വേണ്ടി എല്ലാം അഭിഷേകം നടന്നു. നീട്ടിയ തട്ടിൽ രണ്ടുപേരും കൈവച്ച് നിൽക്കാൻ ആംഗ്യം കാട്ടി. വീണ്ടും മന്ത്രം ചൊല്ലി തട്ട് വാങ്ങി ആരതി ഒഴിഞ്ഞ് താഴെ വച്ചപ്പോൾ മാസ്റ്റർ 5 റുപിക ദക്ഷിണ വച്ചു. തട്ടിൽ നിന്നും പൂവെടുത്ത് അവരുടെ ശിരസിലേക്കിട്ടു. അനുഗ്രഹിച്ച പൂജാരി ദക്ഷിണ എടുത്തു. ചന്ദനം കുങ്കുമം തൊടാം, പ്രസാദം കഴിക്കാം. പുറത്തു കടന്നപ്പോൾ വിനോദിനി ചോദിച്ചു, മാസ്റ്റർക്ക് നാളെ എങ്ങനെ മനസ്സിലായി? ഓരോർമ്മ, ശരിയല്ലേ? ശരിയാണ്, പക്ഷേ എങ്ങനെ? പിറന്നാളിന് വലിയൊരു മിഠായി ടിന്നുമായി വന്ന് മാസ്റ്ററുടെ നേതൃത്വത്തിൽ വിതരണം നടത്തിയത് അയാൾ പറഞ്ഞില്ല. ആലോചിച്ച് കണ്ടുപിടിക്കട്ടെ. അമ്പലമുറ്റത്ത് നിന്നപ്പോൾ താഴെ കുളത്തിൽ ആകാശം തെളിയുന്ന വെളിച്ചം. മീനുകൾ പുളഞ്ഞ് വെള്ളിവരകളും വൃത്തങ്ങളും വരച്ചു. ദൂരെ എവിടെ നിന്നോ മറ്റൊരു മണിയടി കേട്ടു. ശൂദ്രരുടെ വീട്ടിലും പൂജയുണ്ടായിരിക്കും. വലിപ്പം പറഞ്ഞിരുന്ന് കേരളത്തിൽ തന്നെ വല്ല പണിക്കും കയറാൻ സമ്മതിച്ചില്ല. എനിക്കത് ആലോചിക്കുമ്പോൾ മങ്ങിയ വെളിച്ചത്തിലും അവളുടെ കണ്ണുകളിൽ ക്രോധം കത്തിക്കാളുന്നത് കണ്ടു. മാസ്റ്റർക്കൊക്കെ നല്ല സംഖ്യ പെൻഷൻ ഉണ്ടാവും ഇല്ലേ? മാസ്റ്റർ പതുക്കെ മൂളി. ഇപ്പോൾ വല്ല ചില്ലറ മരുന്നും വാങ്ങാൻ അമ്മയ്ക്ക് കഴിയുന്നത് ഞാൻ അയക്കണോണ്ടാ. എന്താണ് പറയേണ്ടത്? ഒക്കെ തലയിലെടുത്താണ്. വിധിയാണ്. വിഷമിക്കാതിരിക്കുമെന്നോ? മാസ്റ്റർ മനസ്സിൽ പ്രാർത്ഥിച്ചു. അത് മറക്കൂ. പഴയകാലം ഓർമ്മിച്ചുകൊണ്ട് നല്ലതെന്തെങ്കിലുമൊക്കെ പറയൂ. ഭക്ഷണം തയ്യാറാണ്. അമ്പലമടച്ച് പൂജാപാത്രങ്ങളുമായി ഇറങ്ങിപ്പോകുമ്പോൾ പൂജാരി പറഞ്ഞു, തൊഴാൻ വരണതും കൊല്ലത്തിൽ വലിയ ചെലവാണ്. എന്നാലും ഇക്കുറി മാഷെ കാണാൻ തരായല്ലോ. രോഷമൊതുക്കി അവൾ പതുക്കെ ചിരിച്ചു. നന്നായി. ഇനി എപ്പോഴാ കാണുകയെന്നറിയില്ലല്ലോ. ആ, വരൂ, കഴിക്കുക. വീട്ടിലേക്ക് നടക്കുമ്പോൾ അവൾ പറഞ്ഞു, മാഷ് എപ്പോഴെങ്കിലും മദ്രാസിൽ വരുന്നുണ്ടായോ? ഇല്ല. അല്ല, ബോംബെക്ക് മകൻ്റെ അടുത്തേക്ക് പോകുമ്പോഴോ മറ്റോ? ഇല്ല, ഒരിടത്തേക്കും യാത്ര ചെയ്തിട്ടില്ല. 9 ഹൈസ്കൂളുകളുടെ പരിസരങ്ങളിലൂടെ 32 കൊല്ലം കൊണ്ട് 3 ജില്ലകൾ കണ്ടു. അതാണ് നാടുകൾ കണ്ട ചരിത്രം. വരാന്തയുടെ അറ്റത്തെ മുറിയിലൂടെ മൂട്ടുവിളക്ക് കാണിച്ച് പിന്നിലെ അടുക്കളത്തളത്തിലേക്ക് പൂജാരിമാർ വഴി കാണിച്ചു. അവിടെ 2 ഇല വെച്ചിട്ടുണ്ട്. വിളമ്പിയത് അമ്മയും ഭാര്യയും ചേർന്നാണ്. വിശപ്പുണ്ടായിരുന്നു. വാതിലിനടുത്തായി പൂജാരി നിന്നു. അമ്മയാണ്, മറ്റേത് ഭാര്യ. മനസ്സിലായി. അമ്മ പോയി എന്ന് വിചാരിച്ചതാണ്. ജ്വരം, മസ്തിഷ്ക സംബന്ധമായ ജ്വരം. കൈവിട്ടു പോയ പോലെ ശരീരമാകെ തണുത്തു. എടുത്തു കിടത്തിയതാണ്, പിന്നെ തിരിച്ചു കിട്ടി. അമ്മ ഇത് എന്നെ പറ്റിയാണ് എന്ന് യാതൊരു ഭാവഭേദവുമില്ലാതെ ഇലയിൽ എന്തെങ്കിലും ഒഴിയുന്നുണ്ടോ എന്ന് നോക്കി. ഇരുണ്ട ചുവരനോട് ചേർന്ന് നിന്നു. ഡോക്ടറെ കിട്ടാനൊക്കെ? പൂജാരി പറഞ്ഞു. അനുജൻ താഴെ പോയ സമയത്തായിരുന്നു. സാധാരണയായി പിറ്റേ ദിവസം മടങ്ങാറുണ്ട്. ചില ബന്ധുവീടുകളിൽ കൂടി പോയി ഒരാഴ്ച കഴിഞ്ഞാണ് അയാൾ അത്തവണ മടങ്ങിയത്. വേറെ ഒന്നും ചെയ്യാനില്ല. ഞങ്ങൾ മാത്രമല്ല ഇവിടെ. സാക്ഷാൽ അമ്മയെ പ്രാർത്ഥിച്ച് ഇരുന്ന് തിരിച്ചു കിട്ടി.
സാക്ഷാൽ അമ്മയെ പ്രാർത്ഥിച്ചിരുന്നു, തിരിച്ചു കിട്ടി. മാസ്റ്റർ അമ്മയെ ഒരിക്കൽ കൂടി നോക്കി. ഈ അമ്പലം കുടുംബം വകയാണോ? അല്ല, ഗവൺമെൻറ്റാണ്. എല്ലാം ഗവൺമെൻറ്റിൻ്റെയാണ്. ഈ വീടും കൂടി. പുരാതന കാലം തൊട്ട് പൂജയ്ക്കുള്ള ചുമതലയുണ്ട്. എല്ലാം ഗവൺമെൻറ്. ഗവൺമെൻറ് വക പ്രതിഫലം ഉണ്ട്, മാസം 300 റുപ്പിക. മാസ്റ്റർ അത്ഭുതമൊതുക്കി. ചിലവിനൊക്കെ വഴിപാടുകൾ വരണം അല്ലേ? വരണം. അതും കുറവാണിപ്പോൾ. താഴെയും ഒരു പൂജയുണ്ട്. അവിടെ കോഴിയെ വെട്ടും, തീച്ചാമുണ്ടി. അതും മൂകാംബികയാണെന്ന് കരുതുന്നവരാണ് പലരും. അസസ്യം വേണ്ടവരാണ് അധികവും. അവരവിടെ താമസിക്കും. പൂജാരി വന്നപ്പോൾ മുതൽ കണ്ട ആ ചിരി ഒരിക്കലും മാറ്റിയിട്ടില്ലല്ലോ എന്ന് മാസ്റ്റർ ആലോചിച്ചു. വീണ്ടും വിളമ്പാൻ വന്ന ചോറ് വിലക്കി. വിനോദിനിക്ക് നിർബന്ധിച്ച് സ്ത്രീ ഒരു കോരിക്ക കൂടി ചോറിട്ടു. പച്ചമുളകിട്ട മോര് ഒരു ഗ്ലാസ്സിൽ വാങ്ങി കുടിച്ച് മാസ്റ്റർ എഴുന്നേറ്റു. പുറത്തിറങ്ങി തീർത്ഥക്കുളത്തിൻ്റെ വക്കിൽ വന്നു നിന്നു. വിനോദിനി കുറച്ചുനേരം ഉമ്മറക്കോലായുടെ തിണ്ണയിലിരുന്നു. പിന്നെ ഇറങ്ങി വന്നു. സൂക്കട് വല്ലതും വന്നാൽ ഇവർക്കിവിടെ വലിയ കഷ്ടം തന്നെയാണ് അല്ലേ സർ? അകലെ നിന്ന് വീണ്ടും ജീപ്പിലെ യക്ഷഗാനത്തിൻ്റെ വാദപ്രതിവാദങ്ങൾ താളമേളങ്ങളോടെ കേൾക്കുന്നുണ്ട്. മാഷ് എന്താ ആലോചിക്കണത്? ഹേയ്, ഒന്നുമില്ല. മാഷ് പണ്ട് ഒരുപാട് സിഗരറ്റ് വലിച്ചിരുന്നു ഇല്ലേ? നിർത്തിയിട്ട് 15 കൊല്ലമായി. മുകളിലെ ഇരുമ്പഴികൾക്കിടയിൽ മുഖമമർത്തി അവൾ ചിരിച്ചു നിൽക്കുമ്പോൾ ഇടവഴിയിലൂടെ അലസമായി നടക്കുന്ന മാസ്റ്ററുടെ കയ്യിൽ എരിയുന്ന സിഗരറ്റ് ഉണ്ടാവും. മുത്തുന്നത് നനവുള്ള ചുണ്ടുകളിലാണെന്ന് തോന്നണം. 23-ാം വയസ്സിൻ്റെ അലങ്കാരങ്ങളിലൊന്നായിരുന്നു അതും. പൂജാരി ഇത്ര വേഗത്തിൽ ഭക്ഷണം കഴിച്ചോ? അയാളിപ്പോൾ കാവിമുണ്ട് കൊണ്ട് പുതച്ചിട്ടുണ്ട്. അടുത്ത കൊല്ലവും വരണമെന്നുണ്ട് സ്വാമി. വരണം. അമ്മയെ തൊഴുതിട്ട് പോകണം. ഞങ്ങളിവിടെ ഉണ്ടാവുമോ എന്ന് നിശ്ചയമില്ല. വരണം. അതെന്താ സ്വാമി? അച്ഛനായിരുന്നു പൂജ നടത്തിയത്. ശരിക്കത് വലിയച്ഛൻ്റെ അവകാശമായിരുന്നു. അദ്ദേഹത്തിന് കൃഷിയും കച്ചവടവും ഉള്ളതുകൊണ്ട് അനുജനെ ഏൽപ്പിച്ചതായിരുന്നു. അച്ഛൻ്റെ കാലത്ത് ധാരാളം വരുമാനമുണ്ടായിരുന്നു അത്രേ. അപ്പോഴാണ് അമ്പലത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ ചെയ്തത്. ഇപ്പോൾ പൂജയുടെ അവകാശം തിരിച്ചു കിട്ടാൻ വലിയച്ഛൻ്റെ മക്കൾ കേസ് കൊടുത്തിരിക്കുന്നു. ചിരി വിടാതെ തന്നെ പൂജാരി നിലനിർത്തി വിശദീകരിച്ചു. കേസിന് സ്വാമി ഒന്നും ചെയ്യുന്നില്ലേ? സ്വാമിയുടെ വക്കീൽ എന്തു പറഞ്ഞു? വക്കീലൊന്നുമില്ല. പിന്നെ ചിലപ്പോൾ ഇത് വിട്ട് താഴെ പോകേണ്ടി വരും. അവിടെ അമ്പലത്തിൽ എന്തെങ്കിലും ജോലി എടുക്കാമോ എന്ന് നോക്കാം. മാസ്റ്റർ വിനോദിനിയുടെ അമ്പരപ്പാണ് നോക്കിയത്. എല്ലാം അമ്മ നിശ്ചയിക്കും പോലെ വരും. പൂജാരി കുറെ കൂടി പ്രസന്ന ഭാവത്തിൽ ചിരിച്ചു. പിന്നെ രാവിലത്തെ പരിപാടികളെപ്പറ്റി അന്വേഷിച്ചു. രാവിലെ പോവും. ഒരു കാപ്പി കുടിച്ചിട്ട് പോകാം. കുളിയുമൊക്കെ അവിടെ ചെന്നിട്ട്. വിനോദിനിയും അങ്ങനെ മതി എന്ന ഭാവത്തിൽ തലയാട്ടി. വീട്ടുകാർ നേരത്തെ കിടക്കുന്നവരാണെന്ന് തോന്നി. 8:30 ആയിട്ടുള്ളൂ. വരാന്തയുടെ അറ്റത്തെ വാതിൽക്കൽ വെച്ച് ഒരു മുട്ടവിളക്ക് മാസ്റ്റർക്ക് കൊടുത്ത് പൂജാരി പറഞ്ഞു, വിരിച്ചിട്ടുണ്ട്. കാപ്പി ഒരു 6 മണിക്ക് മതി. ഈ വാതിലടയ്ക്കാം. ഇപ്പോൾ ചില നായ്ക്കളുടെ ശല്യമുണ്ട്. മുമ്പ് ഇല്ലാത്തതാണ്. ഈ കോഴിവെട്ടലും മറ്റും തുടങ്ങിയപ്പോൾ. വരാന്തയുടെ അറ്റത്തെ മുറിയിൽ കിടന്നപ്പോൾ 2 പ്ലാസ്റ്റിക് ഷീറ്റുകളിട്ട് ഒരു പഴയ ജമക്കാളം നിവർത്തി വെച്ചിട്ടുണ്ട്. 2 പുതപ്പ് വൃത്തിയായി കാൽക്കൽ മടക്കി വെച്ചിരിക്കുന്നു. തൊട്ടടുത്തായി വെച്ച 2 ചെറിയ തലയണ. വേറെ വല്ലതും? വേണ്ട. തലയ്ക്കടുത്ത് കുപ്പിയിൽ വെള്ളവും ഗ്ലാസുമുണ്ട്. പൂജാരി പുറത്ത് വരാന്തയിൽ അനുജനുമായി എന്തോ സംസാരിക്കാൻ തുടങ്ങി. ജീപ്പ് ഡ്രൈവറും കൂടി വന്നപ്പോൾ സംഭാഷണം ഉച്ചത്തിലായി. മാസ്റ്റർ പുറത്തേക്കുള്ള വാതിലടച്ചു. കൂട്ടി വിരിച്ചിട്ടത് വീണ്ടും നോക്കി നിന്നു. പിൻവാതിൽക്കൽ നിന്ന് വിനോദിനി കുളിമുറി കാണിച്ചു കൊടുത്തു. അടുക്കളയിൽ നിന്നുള്ള വെളിച്ചമുണ്ട് ആ ഭാഗത്ത്. തിരിച്ചു വരുമ്പോഴേക്ക് പൂജാരി വിരിച്ചിട്ടത് 2ആയി പകുത്ത് അവൾ തന്നെ മാറ്റി വിരിക്കട്ടെ എന്ന് വിചാരിച്ച് കുളിമുറിയിലേക്ക് പോയി. തിരിച്ചു വന്ന് ആ വാതിലടയ്ക്കുമ്പോൾ അവൾ വിരിച്ചിട്ടതിൻ്റെ കാൽക്കൽ ചുമർ ചാരി തല ഞാവിക്കൊണ്ടിരിക്കുകയായിരുന്നു. മാസ്റ്റർ ക്ഷീണിച്ച് ഒരു ചിരിയോടെ പറഞ്ഞു, അവർ കൂട്ടി വിരിച്ചിട്ടിരിക്കുകയല്ലേ? അവൾ ഒന്നും പറഞ്ഞില്ല. വെളിച്ചം വീഴാത്ത മുഖത്തെ ഭാവം എന്തെന്ന് കാണാൻ കഴിയുന്നില്ല. കുറെ കഴിഞ്ഞ് അവൾ പറഞ്ഞു, അത് സാരമില്ല, വയ്യ, കിടക്കട്ടെ. ചെറിയ തലയണകളിൽ ഒന്ന് അറ്റത്തേക്ക് നീക്കി വച്ച് മാസ്റ്റർ കിടന്നു. പുതപ്പ് കഴുത്ത് വരെ വലിച്ചിട്ടു. അവൾ ഒരു നെടുവീർപ്പോടെ എഴുന്നേറ്റു. സർ, വിളക്ക് താഴ്ത്തി വെച്ചോളൂ. രാത്രി പുറത്തേക്ക് പോവാറില്ല. എന്നാലും. പിൻവാതിലിനരികെ വിനോദിനി മുട്ടവിളക്ക് തിരി താഴ്ത്തി വെച്ചു. മാസ്റ്റർ കണ്ണടച്ചു കിടന്നു. വിരിയുടെ മറ്റേ പകുതിയിൽ വിനോദിനി പതുക്കെ അമ്മേ ഭഗവതി എന്നുരുവിട്ട് കിടന്നു. പുതപ്പെടുത്തില്ലേ? തണുപ്പ് വിചാരിച്ചത്ര ഇല്ല അല്ലേ?
അതിന് അവൾ മറുപടി പറഞ്ഞില്ല. പുറംകോലായിലെ ശബ്ദവും നിലച്ചു. സർ, ഉറങ്ങിയോ? ഇല്ല. അവർ വേറെ എന്തോ വിചാരിച്ചിട്ടാണ് പൂജ നടത്തിയത് അല്ലേ? കുറച്ച് സമയത്തിന് ശേഷം അവൾ ചോദിച്ചു. അവർ നടത്തിയത് ദമ്പതി പൂജ എന്ന് പറയണതാ തോന്നുന്നു. മാസ്റ്റർ പതുക്കെ ചിരിച്ചു. മുൻജന്മത്തിൽ അങ്ങനെയൊരു യോഗം ഉണ്ടാവും. വിനോദിനി പിറുപിറുത്തു. ചെറിയ സ്വാമി ഭാര്യയെ വിളിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അങ്ങനെയല്ലാന്ന് വിസ്തരിക്കാൻ നിന്നില്ല. മാസ്റ്റർ ക്ഷമാപണം പോലെ പറഞ്ഞു. വിനോദിനി അപ്പോൾ അടക്കി ചിരിച്ചു. ആ ചിരി ആവശ്യത്തിലേറെ നീണ്ടുപോകുന്നു എന്ന് തോന്നി. ചിരി നിയന്ത്രിക്കാനാവാതെ അവൾ തലയണയിൽ മുഖം അമർത്തി. നിശബ്ദതയിൽ പിന്നെ പുറത്തെവിടെയോ നിന്ന് ചീവേടുകളുടെ ശബ്ദം കേട്ടു. പകലത്തെ ദേഹാധ്വാനത്തിൻ്റെ ക്ഷീണവും തണുപ്പും കൊണ്ട് നേരത്തെ ഉറക്കം വരുന്നു എന്ന് തോന്നി. തളർന്ന ശരീരം അനങ്ങാനാവാതെ നിർജീവമായി പായൽ കിടന്നു. അതിൻ്റെ കൂടു തുറന്ന് വളർത്തുമൃഗം പഴയ സ്വപ്നങ്ങളുടെ പൊന്തക്കാടുകളിൽ ഇര തേടി നടക്കുന്നതും വീണ്ടും കൂട്ടിൽ കയറുന്നതും അയാൾക്ക് കണ്ണടച്ച് കിടക്കുമ്പോഴും വ്യക്തമായി കാണാൻ കഴിയുന്നു. തണുപ്പിൽ അവൾ പുതച്ചിട്ടില്ല എന്ന് മാസ്റ്റർ ശ്രദ്ധിച്ചു. പറഞ്ഞാലോ? ഒരു തേങ്ങലിൻ്റെ ശബ്ദം കേട്ടു. പുതച്ചോളൂ. അപ്പോൾ തേങ്ങൽ കുറെ കൂടി വ്യക്തമായി കേട്ടു. വിനു, എന്താ? എന്താ? ഒന്നുമില്ല സാർ. ഞാൻ അച്ഛനെ ശപിക്കാത്ത ഒറ്റ ദിവസമില്ല. ഈ വീട്ടുകാരുടെ കാര്യം കേട്ടപ്പോൾ എൻ്റെ ബുദ്ധിമുട്ടൊന്നും സാരില്ല മനസ്സിലായി. ആരെയും ശപിച്ചിട്ട് കാര്യമില്ല അല്ലേ? തേങ്ങലിനിടയിൽ അവൾ പറഞ്ഞു. മാസ്റ്റർ ഒന്നും മിണ്ടിയില്ല. ഒക്കെ അമ്മ നിശ്ചയിക്കണതാവും. മാസ്റ്റർ എഴുന്നേറ്റിരുന്നു. കാൽക്കൽ വച്ച് അവളുടെ പുതപ്പ് ദേഹത്തിലേക്ക് നിവർത്തിയിട്ടപ്പോൾ അവൾ അത് വാങ്ങി അരവരയിട്ടു. മങ്ങിയ ഇരുട്ടിൽ കണ്ണുകൾ കാണാമായിരുന്നു. കിടന്നോളൂ സാർ. വീണ്ടും കിടന്നു. പുതപ്പിൽ പുറത്തേക്ക് നീണ്ടു കിടക്കുന്ന അവളുടെ കൈത്തലം തടവിക്കൊണ്ട് പറഞ്ഞു. വിനു, ഉറങ്ങിക്കോളൂ. എല്ലുന്തിയ വിരലുകൾ നിശ്ചലമായി അയാളുടെ വിറയ്ക്കുന്ന കൈയിന് താഴെ തണുത്തു കിടന്നു. പിന്നെ രാത്രി ഇടയ്ക്ക് മരവിപ്പ് കൈക്ക് കയറാറുള്ളത് ഓർമ്മ വന്നപ്പോൾ തണുപ്പിൽ ഉറക്കത്തിൽ വിറങ്ങലിക്കേണ്ട എന്ന് കരുതി പുതപ്പിനുള്ളിലേക്ക് പിൻവലിച്ചു. ഇരുട്ടിൽ ചെവിടോർത്ത് കിടന്നു. വിനു പതുക്കെ കൂർക്കം വലിക്കാൻ തുടങ്ങിയത് വളരെ വേഗത്തിലായിരുന്നു. രാവിലെ കാപ്പി കുടിച്ച് പൂജാരിക്ക് സുമാർ മനസ്സിൽ കണക്ക് കൂട്ടി 30 ഉറുപ്പിക ചുരുട്ടി കയ്യിൽ വെച്ചു കൊടുത്ത് യാത്ര പറയുമ്പോൾ വൃദ്ധ അമ്പലത്തിൻ്റെ മുറ്റം അടിച്ചു വരുകയായിരുന്നു. അയാളും അനുജനും ജീപ്പിനടുത്തേക്ക് യാത്ര പറയാൻ വന്നു. ഇനിയും കാണാം, അമ്മയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ. വിനോദിനി പൂജാരിയെ തൊഴുതു. മടക്കയാത്രയിൽ മാസ്റ്റർ ഒന്നും സംസാരിച്ചില്ല. അറിയേണ്ടതും പറയേണ്ടതുമായ എന്തൊക്കെയോ ബാക്കി കിടക്കുന്നു എന്ന് തോന്നി. മഞ്ഞ് അകന്ന താഴ്വാരത്തിലേക്ക് നോക്കി നിശബ്ദം ഇരുന്നു വിനോദിനി. ഇറക്കമായതുകൊണ്ടാവണം വളരെ വേഗത്തിൽ അടിവാരത്തിൽ ക്ഷേത്ര നഗരത്തിലെത്തി എന്ന് തോന്നി. അമ്പലത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ ഡ്രൈവറോട് ജീപ്പ് നിർത്താൻ പറഞ്ഞു. ഞങ്ങൾ ഇവിടെ ഇറങ്ങാം. അവർ താഴെ ഇറങ്ങി. തുണിസഞ്ചി അവളെ ഏൽപ്പിച്ച് മാസ്റ്റർ പറഞ്ഞു. കുളിച്ച് ഞാൻ വേഗം സ്ഥലം വിടും. ഇനി തൊഴാൻ നിൽക്കണില്ല. ഉച്ചവണ്ടി കിട്ടും. ഞാൻ ഒന്നുകൂടി തൊഴുതിട്ടേ പോണുള്ളൂ. ഉച്ചവണ്ടി തെറ്റിയാൽ മെയിലുണ്ട് എനിക്ക്. ജീപ്പുകാരൻ്റെ ബാക്കി കൊടുത്ത് നടക്കാൻ തുടങ്ങിയപ്പോൾ മാസ്റ്റർ തലേന്ന് കണക്ക് കൂട്ടി വെച്ച സംഖ്യയുടെ കാര്യം ഓർമ്മിച്ചു. 500 ഉറുപ്പിക കൊടുക്കാൻ പ്രയാസമില്ല. നോക്കൂ, ഒന്നും തോന്നരുത്. ഞാൻ കുറച്ച് പണം തരട്ടെ വിനുവിന്. അവൾ അമ്പരന്ന് നിന്നു. എന്തിന് സാർ? ചിദംബരത്ത് പരീക്ഷ എഴുതാനൊക്കെ പോകേണ്ടതല്ലേ, ചെലവില്ലേ? അയ്യോ വേണ്ട സാർ. മാഷോട് ഉള്ള പ്രാരാബ്ധമൊക്കെ പറഞ്ഞിട്ട് മാഷേയും വിഷമിപ്പിച്ചു ഞാൻ അല്ലേ? വേണ്ട സാർ. അപ്പോൾ അവളുടെ കണ്ണുകളിൽ നനവൂറുന്നു. അയാൾ അസ്വസ്ഥനായി. എൻ്റെ കയ്യിലുണ്ട്, വിഷമമില്ല കുട്ടി. അയ്യോ വേണ്ട സാർ. മാഷക്ക് അല്ലാതെ തന്നെ എത്ര കാശ് ചിലവായി. അവിടെ പോവാനും തൊഴാനും കഴിഞ്ഞ തന്നെ ഭാഗ്യം. അവൾ കണ്ണ് തുടച്ച് അകലെ നോക്കി നിന്നു. അയ്യോ, ആ തള്ള വരണുണ്ട്. ഇനി അത് 100 കൂട്ടം ചോദ്യങ്ങൾ ചോദിക്കും. നടക്കട്ടെ സാർ. അവൾ ധൃതിയിൽ നടന്നു. തിരിഞ്ഞു നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതിനോട് ഞാൻ എന്തെങ്കിലും ഒരു കളവ് പറയും. എന്നിട്ട് ചിരിച്ച് വീണ്ടും തുണിസഞ്ചി വയറ്റത്ത് ചേർത്ത് പിടിച്ച് നടന്ന് അമ്പലമതിലിൻ്റെ പിന്നിൽ മറഞ്ഞു. കുമാരൻകുട്ടിയോട് പറയേണ്ട ചെറിയ കളവുകളെ പറ്റി ആലോചിച്ച് മാസ്റ്റർ ലോഡ്ജിൻ്റെ നേർക്ക് നടന്നു. കുമാരൻകുട്ടിയിൽ നിന്ന് കുടജാദ്രി യാത്രയെപ്പറ്റി അറിഞ്ഞ അമ്മാളുവും പലതും ചോദിക്കും. ഒരു രഹസ്യം സൂക്ഷിക്കാൻ കിട്ടിയതിൽ ആഹ്ലാദം. വാർദ്ധക്യത്തിൻ്റെ പരാധീനതകൾ മറന്ന് മാസ്റ്റർ അടികളുടെ ലോഡ്ജിന് നേരെ പ്രസരിപ്പോടെ നടന്നു. അമ്പലത്തിലെ പൂജയുടെ ഭാഗമായി നഗാരയുടെ ശബ്ദം മുഴങ്ങി. മനസ്സിൽ പറഞ്ഞു,
എല്ലാം അമ്മ നിശ്ചയിച്ചതാണ്, നേരത്തെ നിശ്ചയിച്ചതാണ്.